വചനത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി ആധാരമായി എടുക്കുന്ന വചനം യെശയ്യാ പ്രവചനം 35 അധ്യായം. ഭയങ്കരമായ സൗഖ്യവും വിടുതലും കിട്ടുന്ന ഒരു വചനഭാഗമാണിത്. ഒരുപാട് പേരുടെ ശാരീരിക രോഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ സൗഖ്യപ്പെട്ട അനേകം അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒരു വചനഭാഗമാണിത്. യെശയ്യാ പ്രവചനം 35 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം ഐസയ്യാ 35 വേഴ്സ് 3. യെശയ്യാ പ്രവചനം 35 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഈശോ വരുമ്പോൾ, രക്ഷകൻ വരുമ്പോൾ, മിശിഹ വരുമ്പോൾ സംഭവിക്കുമെന്ന് യെശയ്യാ പ്രവചിക്കുന്ന കാര്യങ്ങളാണിത്. നമുക്ക് വായിക്കാം, ഉച്ചത്തിൽ വായിക്കാം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവൻ. ഒരിക്കൽ കൂടി വായിക്കാം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. 5 ഉറക്കെ വായിക്കാം. അപ്പോൾ മിശിഹ വരുമ്പോൾ, അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരന്റെ ചെവി അടഞ്ഞിരിക്കില്ല, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും. വരണ്ട ഭൂമിയിൽ അരുവികൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. ആരും ആമേൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് പറയണ്ട. ഒരു വാഗ്ദാനം കേൾക്കുമ്പോൾ അത് പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ അപ്പോൾ ആമേൻ പറയും. ഹല്ലേലൂയ. അപ്പോൾ പറയുകയാണ് 3-ാമത്തെ വാക്യം മുതൽ, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും തളർന്ന ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യണം. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയണം, ഭയപ്പെടേണ്ട. ഒന്നുറക്കെ പറയാമോ? ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അപ്പോൾ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയണം, ഭയപ്പെടേണ്ട. കാരണം ദൈവം പ്രതികാരവും പ്രതിഫലവുമായി വരുന്നു. 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രതികാരവും പ്രതിഫലവും. ദൈവത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ, ദൈവമക്കളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ പ്രതികാരവും, ദൈവത്തെ തേടുന്നവർക്ക് പ്രതിഫലവും. പ്രതികാരവുമായി വരും, പ്രതിഫലവുമായി വന്ന് രക്ഷിക്കും. അപ്പോൾ എന്തെല്ലാം സംഭവിക്കും? ഉറക്കെ വായിക്കാം. 5 മുതൽ. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരന്റെ ചെവി അടഞ്ഞിരിക്കില്ല, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ വാക്യത്തിൽ നിന്ന്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യങ്ങളായതുകൊണ്ടാണ് വായിപ്പിച്ചത്. ഈ വാക്യത്തിൽ നിന്ന് ഞാൻ ഒരു വാക്യം മാത്രം എടുക്കുന്നു. അത് 5-ാമത്തെ വാക്യമാണ്. അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം അതാണ്, അന്ധരുടെ കണ്ണുകൾ തുറക്കുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം എന്താണ്? അന്ധരുടെ കണ്ണുകൾ തുറക്കുന്ന ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് ഒരു റിഡംറ്ററിസ്റ്റ് അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് ജോസഫ് അച്ഛൻ്റെ പ്രത്യേകത, അച്ഛൻ കണ്ണ് കാണാത്ത അച്ഛനാണ്. അച്ഛൻ്റെ അടുത്താണ് ഒരുപാട് വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ കുമ്പസാരിക്കാൻ പോകുന്നത്. കണ്ണ് കാണത്തില്ലെങ്കിലും വരുന്ന ആളെ അച്ഛൻ അറിയാം, സ്വരം കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഒത്തിരിയും പേര് കുമ്പസാരിക്കാനും ആത്മീയ ഉപദേശങ്ങൾക്കും പോകാറുണ്ട്. അച്ഛൻ ഒരിക്കൽ പറഞ്ഞതാണ്, എനിക്ക് കണ്ണുള്ള കാലത്ത് കാണാൻ പറ്റാത്ത ദൈവത്തെ എൻ്റെ കണ്ണടഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പറ്റി. ഹല്ലേലൂയ. ഈ അച്ഛൻ്റെ
അച്ഛൻ പറഞ്ഞാണ്, എനിക്ക് കണ്ണുള്ള കാലത്ത് ഞാൻ കാണാതിരുന്ന ദൈവത്തെ എൻ്റെ കണ്ണടഞ്ഞു പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റി. അപ്പം ഇത് പുറത്തെ കണ്ണിനെ കുറിച്ചുള്ള പ്രതിപാദനമല്ല, അകക്കണ്ണ്, അകത്തൊരു കണ്ണുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഞങ്ങൾ മലങ്കരക്കാർ കുർബാന ചൊല്ലുമ്പോൾ അച്ഛൻ ഒരുക്ക ശുശ്രൂഷ നടത്തുമ്പോൾ മുട്ടുമേൽ നിന്ന് സാഷ്ടാംഗം വീണ് കിടന്ന് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇതാണ്: സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളോട് കരുണ കാണിക്കുന്നവനുമായ ദൈവമേ, ഞാൻ ശ്രദ്ധിക്കുക, എൻ്റെ ആത്മീയ കരങ്ങൾ, വെളിയിലുള്ള കൈയല്ല, എൻ്റെ ആത്മീയ കരങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ എല്ലാ പ്രമാണ ലംഘനങ്ങൾക്കും മാപ്പപേക്ഷിക്കും. വൈരിയുടെ, ശത്രുവിൻ്റെ എല്ലാ വ്യാപാരത്തിൽ നിന്നും എൻ്റെ ബോധത്തെയും, അവിഹിത വീക്ഷണത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാഴ്ചകളിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും, വ്യർത്ഥ ശ്രവണത്തിൽ നിന്ന്, ആവശ്യമില്ലാത്തത് കേൾക്കുന്നതിൽ നിന്ന് എൻ്റെ കാതുകളെയും, ദുഷിച്ച സംസാരത്തിൽ നിന്ന് എൻ്റെ നാവിനെയും, തിന്മപ്രവർത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നീ കാത്തുകൊള്ളണേ. പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്: സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണം ആഗ്രഹിക്കാത്തവനുമായ ദൈവമേ, എൻ്റെ ആത്മീയ കരങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ എല്ലാ പ്രമാണ ലംഘനങ്ങൾക്കും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. വൈരിയുടെ സകല വ്യാപാരത്തിൽ നിന്നും എൻ്റെ ബോധത്തെയും, അവിഹിത വീക്ഷണത്തിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും, വ്യർത്ഥ ശ്രവണത്തിൽ നിന്ന് എൻ്റെ ചെവികളെയും, നിന്ദ്യപ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും, ദുഷിച്ച സംസാരത്തിൽ നിന്ന് എൻ്റെ നാവിനെയും നീ കാത്തുകൊള്ളണേ. അടുത്ത വാക്യം: അങ്ങനെ ഞാൻ പൂർണ്ണമായും നിൻ്റേതാകാനും നിൻ്റെ എല്ലാ ദൈവിക രഹസ്യങ്ങളും നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിക്കാനും എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ കർമ്മനിരതമാക്കണമേ. ബ്യൂട്ടിഫുള്ളായ പ്രയറാണ്. എൻ്റെ അന്തരിന്ദ്രിയങ്ങളെ, മേക്ക് മൈ ഇന്നർ സെൻസസ് ആക്റ്റീവ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ആത്മീയ ലോകത്തിൽ, ആത്മീയ ഗോളത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നവർ കുറവാണ്, അകക്കണ്ണ് തുറന്നവർ കുറവാണ്, ഉൾക്കാഴ്ച ലഭിക്കുന്നവർ കുറവാണ്, ദൈവിക ജ്ഞാനമുള്ളവർ കുറവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: അവൻ ജ്ഞാനത്തിലും പൂരിപ്പിക്കും, പ്രായത്തിലും, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും. രണ്ട് തരത്തിലാണ് ഒരു മനുഷ്യൻ്റെ വളർച്ച: ജ്ഞാനത്തിലും പ്രായത്തിലും. പ്രായത്തിലുള്ള വളർച്ചയാണ് ബയോളജിക്കൽ ഗ്രോത്ത്, ജൈവിക വളർച്ച എന്ന് വിളിക്കുന്നത്. ശരീരം വളരുന്നതാണത് പ്രായത്തിലുള്ള വളർച്ച. പ്രായത്തിൽ വളർന്നാൽ മാത്രം പോരാ, പ്രായത്തിൽ വളരുന്നതിനൊപ്പം ജ്ഞാനത്തിൽ വളരണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലോ? ജ്ഞാനത്തിൽ വളരണം. അപ്പം ജ്ഞാനത്തിൽ വളർന്നില്ലെങ്കിൽ ലോകത്തെ നമ്മൾ ദുഃഖപൂരിതമാക്കും, ചുറ്റുപാടുകളെ സങ്കീർണമാക്കും, കൂടെയുള്ളവരെ സങ്കടക്കടലിൽ ആഴ്ത്തും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ഭാരവുമായി ജീവിക്കും. നന്മ നിറഞ്ഞ വഴികൾ ഉണ്ടാവില്ല. കണ്ണീരിൻ്റെ കാണാക്കയങ്ങളിലേക്ക് ഉറ്റവരെയും ഉടയവരെയും സ്നേഹിക്കുന്നവരെയും തള്ളിയിട്ടുകൊണ്ട് നമ്മൾ ജീവിക്കും. ഇന്ന് നമ്മുടെ തലമുറ കൂടുതലും വളരുന്നത് പ്രായത്തിൽ മാത്രമാണ്. ബയോളജിക്കൽ ഗ്രോത്ത്, ജ്ഞാനത്തിലുള്ള വളർച്ച തലമുറയ്ക്കുണ്ടാവണം, കുട്ടികൾക്കുണ്ടാവണം, യൂത്തിനുണ്ടാവണം. അവിടെ എവിടെയൊക്കെ ചെറിയ ചില പൊടിയും ചെറിയ ചില സ്പാർക്കും ഒക്കെ ഉണ്ടെന്നുള്ളത് വിസ്മരിക്കുന്നില്ല. പക്ഷെ മൊത്തത്തിൽ നമ്മുടെ സമൂഹങ്ങളുടെ വളർച്ചയുടെ അനുപാതം എടുത്താൽ അത് മൊത്തത്തിൽ പ്രായത്തിൽ വളരുന്നവരുടെ എണ്ണം കൂടുകയും ജ്ഞാനത്തിൽ വളരുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നൊരു സമൂഹമായി നാം മാറുന്നത് ആശാസ്യകരമായ ഒരു വളർച്ചയല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണം ഈശോയോട്: കർത്താവേ, ജ്ഞാനത്തിലും ഞങ്ങളുടെ മക്കൾ എങ്ങനെ വളരണം? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവപ്രീതിയിലും മനുഷ്യപ്രീതിയിലും. ജ്ഞാനത്തിലും 4 കാര്യമാണ്: ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവപ്രീതിയിലും
മനുഷ്യപ്രീതിയിൽ. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്തരിന്ദ്രിയങ്ങളെ കർമ്മനിരതമാക്കണമേ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് പ്രാർത്ഥിക്കാൻ ഞാൻ ഒരു വചനം നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുകയാണ്. എഫേസോസ് ലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് ദൈവജനത്തിന് വേണ്ടി 2 പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. എഫേസോസ് ലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് ദൈവമക്കൾക്ക് വേണ്ടി 2 പ്രയർ നടത്തുന്നുണ്ട്. ഒന്നാമത്തെ പ്രയർ 1-ാം അധ്യായം 17, 18, 19. അപ്പസ്തോലനായ പൗലോസ് എഫേസോസ് ലേഖനത്തിൽ ദൈവമക്കൾക്ക് വേണ്ടി 2 പ്രയർ നടത്തുന്നുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന എഫേസോസ് ലേഖനം 1-ാം അധ്യായം 17, 18, 19. രണ്ടാമത്തെ പ്രാർത്ഥന അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള 21 വരെയുള്ള വാക്യങ്ങൾ. ആദ്യത്തേത്, ഒന്നാമത്തേത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഒന്നുകൂടെ വായിക്കാം, മനസ്സിരുത്തി വായിക്കണം. കോംപ്ലക്സ് സെൻറ്റൻസസ് ആണ്, സങ്കീർണമായ വാക്യങ്ങളാണെങ്കിലും വായിച്ചാൽ മനസ്സിലാവും. ശ്രദ്ധിച്ച് വായിക്ക്. 1:17 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ ഒരാത്മാവിനെ കിട്ടണം. അതേതാത്മാവാണ്? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ദൈവം പ്രദാനം ചെയ്തുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അങ്ങനെ ആ അറിവ് കിട്ടിയാൽ 18 ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി, അബണ്ടൻസ് ഓഫ് ഹിസ് ഗ്ലോറി, റിച്ച്നെസ് ഓഫ് ഹിസ് ഗ്ലോറി. അതായത് ഒരു ദൈവ മകന്, കേൾക്കുക, ലിസൺ. ഒരു ദൈവ മകന്, ഒരു ദൈവ മകൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള മഹത്വത്തിൻ്റെ സമൃദ്ധി. മഹത്വത്തിൻ്റെ സമൃദ്ധി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ നിസാരക്കാരല്ല. അല്ല 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 മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ തോറ്റു തുന്നം പാടി നാണം കെട്ട് പഞ്ചപുച്ഛമടക്കി നമ്മര ശിരസ്കരായി നാണം കെട്ട് ഇഴജന്തുക്കളെ പോലെ ജീവിക്കേണ്ടി വരുന്നത്. നമുക്കൊരു അന്തസ്സും ഒരു ആഭിജാത്യവും ഒരു അഭിമാനവും ഒരു ഭാഗധേയവും ഒരു അവകാശവും ദൈവം തന്നിട്ടുണ്ട്. ദൈവമക്കൾ. അപ്പൊ ദൈവമക്കൾ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും തൻ്റെ വിശുദ്ധർക്ക് അവിടുന്ന് അവകാശമായി കൊടുത്തിട്ടുള്ള മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും വായിക്കേ. നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. മനസ്സിലായോ? ലെറ്റ് ഹിം എൻലൈറ്റൻ യുവർ ഇന്നർ ഐസ്. അകക്കണ്ണിനെ പ്രകാശിപ്പിക്കട്ടെ. അവരൊക്കെ പറഞ്ഞു ഹല്ലേലൂയാ. അപ്പൊ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമത്തെ പ്രാർത്ഥനയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിവ് ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ പ്രാപിക്കാൻ അതുവഴി അവിടുത്തെ സമ്പൂർണ്ണതയാൽ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന, ബാക്കി നിങ്ങൾക്കറിയാം, ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും ഇതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. 3-ാം അധ്യായം 14-21 എഫേസോസ് ലേഖനത്തിലെ 2 പ്രാർത്ഥനകൾ. രണ്ടാമത്തെ നമുക്കിപ്പോൾ ഈ സന്ദർഭത്തിൽ ആവശ്യമില്ല. ഇപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന ഒരിക്കൽ കൂടി വായിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം. ഞാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവമേ 4 കാര്യങ്ങൾ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവപ്രീതിയിലും മനുഷ്യപ്രീതിയിലും ഞങ്ങളെ വളർത്തണമേ. അപ്പോസ്തലനായ പൗലോസ് ഈ പ്രാർത്ഥനയെ മറ്റൊരു വിധത്തിൽ നമുക്ക് പരാവർത്തനം ചെയ്ത് പറഞ്ഞു തരുന്നു. ആ പ്രാർത്ഥന ഇതാണ്. എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ. നിങ്ങൾ വായിക്കുന്നില്ല. ജ്ഞാനത്തിൻ്റെയും
വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് നൽകിയിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും അവിടുന്ന് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എപ്പോഴും എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കണമേ, എന്നെ ഉണർത്തണമേ, എൻ്റെ ആത്മാവിനെ ഒന്ന് ഉണർത്തിത്തരണമേ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഞാൻ ഒരു 4-5 മേഖലകളിൽ കണ്ണ് തുറക്കപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, ഒരു അന്ധത, ഒരു മേഖലയിലെ അന്ധത ഇതാണ്: ആത്മീയ കാര്യങ്ങളോട് തുറവില്ലാത്ത അവസ്ഥ. ഒരു അന്ധതയാണ്, ബൈബിൾ പറയുന്ന ഒരു അന്ധതയാണ്. അന്ധത നമ്പർ 1, ബ്ലൈൻഡ്നെസ് നമ്പർ 1, അല്ലെങ്കിൽ കണ്ണ് തുറക്കപ്പെടേണ്ട 5 മേഖലകളിലെ ഒന്നാമത്തെ മേഖലയാണ് ആത്മീയ കാര്യങ്ങളോട് തുറവി. അത് കണ്ണ് തുറക്കപ്പെടേണ്ട ഒരു മേഖലയാണ്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം, ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജിജ്ഞാസ, ക്യൂരിയോസിറ്റി, ആത്മീയ കാര്യങ്ങൾ അറിയാനുള്ള അതീവ താല്പര്യം, തീഷ്ണത, മടുപ്പില്ലാതെ കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു അനോയിൻറ്റിങ്. ഇതിൽ ആത്മീയ അന്ധത മാറുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒരു ആത്മീയ അന്ധതയുണ്ട്. നമുക്ക് ഒരു വചനം വായിക്കാം. 2 കൊരിന്തോസ് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഒത്തിരി വചനം വായിക്കണം, ഒത്തിരി വചനം പെട്ടെന്ന് എടുത്ത് വായിക്കണം. 2 കൊരിന്തോസ് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. 2 കൊരിന്തോസ്, അത് ആദ്യം മുതൽ വായിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. നമുക്ക് 4-ാം അധ്യായം 3 മുതൽ വായിക്കാം. 2 കൊരിന്തോസ് 4-ാം അധ്യായം 3 മുതൽ വായിക്കാമോ? ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഞങ്ങളുടെ ശുശ്രൂഷ നിഗൂഢമായി, അതായത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആർക്കെങ്കിലും അതിനകത്ത് ഒരു താല്പര്യം വരുന്നില്ലെങ്കിൽ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷ പ്രസംഗകൻ്റെ പ്രസംഗ ചാതുര്യത്തിലുള്ള മികവ് കൊണ്ട് താല്പര്യം ഉണ്ടാവുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവവചനം ആരെവിടെ പറഞ്ഞാലും, അത് ചാതുര്യമുള്ളവൻ പറഞ്ഞാലും വാഗ്വിലാസമുള്ളവൻ പറഞ്ഞാലും ഇല്ലാത്തവൻ പറഞ്ഞാലും, ദൈവവചനം എവിടെ കേട്ടാലും ഹൃദയം ഉണരാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആത്മീയ അന്ധത. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിൽക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് താഴെ വരാമെന്ന് വിചാരിച്ചാൽ പിന്നെ എല്ലാവർക്കും ഒന്നും കാണത്തില്ല. അതാ പിന്നെ ഉണ്ടോ? തല ഇങ്ങനെ കുലുക്കും ഇങ്ങനെ ചെയ്യും. ഓ ശരി, എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം. എൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമല്ല. എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ഈ മനുഷ്യൻ റെസ്പോണ്ട് ചെയ്താലേ വല്ലതും വരൂ. ശീലിച്ചു പോയതുകൊണ്ടാണ്, ക്ഷമിക്കണം. ഉറക്കെ പറയണേ. അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അത് നിഗൂഢമാണ്, അത് മനസ്സിലാവുന്നില്ല. ഈ പൊട്ടൻ എന്തായി പറയുന്നത്, ഇവന്മാർ എന്തായി പറയുന്നതെന്ന് ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥ, മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയല്ല, സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്താ കാര്യം? സുവിശേഷം സ്വീകരിക്കാൻ പറ്റാത്ത വിധം ഒരവസ്ഥ ഹൃദയത്തിനുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത്? 4-ാമത്തെ വാക്യം, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ അന്ധത. വിശ്വാസ കാര്യങ്ങളിൽ തുറവിയില്ലാത്ത ഒരന്ധത. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു, ഞങ്ങൾ നിരീശ്വരവാദികളായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വചനമെന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബം, അവർ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ തത്വശാസ്ത്രം അധ്യാപകരാണ്. അവർ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പോൾ അവർ അവിടെ തന്നെ ഉണ്ടോ വേറെ എവിടെയാണോ എന്ന് ഒത്തിരി നാളെ കണ്ടിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. എന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് നടന്നൊരു സംഭവമാണ്. എനിക്ക് എൻ്റെ കൂട്ടായ്മയിൽ ഇതുപോലെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ അതിൽ ഒരു സഹോദരൻ, ഞാൻ കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ചു. വെറുതെ ഇങ്ങനെ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്. വിളിച്ചിട്ട്
എന്നാ ഉണ്ട് അച്ഛാ, എന്നാ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ എന്നോടത്ത് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എനിക്ക് പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ ഒരു സ്വരം കിട്ടുന്നുണ്ട്, ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അച്ഛാ, അച്ഛനെ ഈ കാലടി എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞ് കാലടിയിൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റേ ശങ്കരാചാര്യയുടെ അത് കാണാൻ വേണ്ടി പോയായിരുന്നു പണ്ട്. അത് മാത്രമാണ് എനിക്ക് കാലടിയോടുള്ള ആകെ ബന്ധം. എനിക്കറിയാൻ പാടില്ല അച്ഛാ, എന്നാന്ന് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, അച്ഛാ ഒരാൾക്ക് രോഗമില്ല, എന്നാൽ എപ്പോഴും എനിക്ക് രോഗമാന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതന്നെ അച്ഛാ. ഞാൻ പറഞ്ഞു അതന്നെ. പിന്നെ പറയുകയാണ്, അച്ഛൻ ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ടിരിക്കുകയാണോ? ഗ്യാസ്. ഞാൻ പറഞ്ഞു, എനിക്ക് എവിടെടാ ഗ്യാസ്? എനിക്ക് ആകെയുള്ള ഗ്യാസ് ഈ വയറ്റിലുള്ള ഗ്യാസാണ്, അല്ലാതെ വേറെ എവിടെടാ ഗ്യാസ്? നീ എന്തേ പറയുന്നത്? അപ്പോൾ എൻ്റെ അടുത്ത് അവൻ പറയാണ്, അച്ഛാ അല്ല എനിക്ക് അങ്ങനെ കിട്ടുക അച്ഛാന്ന് പറഞ്ഞു. സാരമില്ല, എന്തെങ്കിലും കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെച്ചു. ഞാൻ ഉച്ച കഴിഞ്ഞ് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. വൈകുന്നേരം സന്ധ്യാസമയത്ത് എൻ്റെ അടുത്തൊരു കുടുംബം വന്നു. അവർ രണ്ടുപേരും, ഞാൻ പറഞ്ഞല്ലോ, അവർ തത്വശാസ്ത്ര അധ്യാപകരാണ്. അതുകൊണ്ട് അവർ കുറേ കാര്യങ്ങളെയൊക്കെ ബുദ്ധി കൊണ്ട് വിലയിരുത്തുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത, എടുക്കാൻ പറ്റാത്ത ഒരു ദുരന്തം വന്നു. ആ ദുരന്തത്തിൽ അവർക്കുള്ള വിശ്വാസം കൂടെ പോയി. അവർക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. ആ ദുരന്തം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ള വിശ്വാസം കൂടെ പോയി. അവരെന്നോട് തർക്കിക്കുകയാണ്, അച്ഛൻ പറയുന്ന പ്രകാരം ഞങ്ങൾക്കൊരു മനസ്സമാധാനം, ഞങ്ങൾക്കൊരു വെന്റിലേഷൻ വേണം. അപ്പം ഞങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, ഉള്ളു തുറന്ന്. ഞങ്ങൾക്ക് വാട്ട് എവർ വി ഫീൽ ഞങ്ങൾ അതുപോലെ തുറന്ന് പറയുകയാണ്. അച്ഛൻ ഒഫൻഡഡ് ഒന്നും ആവരുത്. അച്ഛൻ ഇതെന്താണിത്? അപ്പം ഞാനൊരു കാര്യം, ഒരു ന്യായം പറയുമ്പോൾ, ഇവർ രണ്ടുപേരും ഫിലോസഫി ടീച്ചേഴ്സാണ്. ഞാൻ ഒരു ന്യായം പറയുമ്പോൾ അവർ രണ്ട് ന്യായം എന്നോട് ഇങ്ങോട്ട് പറയും. എനിക്ക് മനസ്സിലായി അവരുടെ മുമ്പിൽ അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന ഈ തർക്കശാസ്ത്രവും ഡിബേറ്ററും ഒന്നും അല്ല ഞാൻ. അപ്പോൾ അത് സംഭവം നടക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ പറയാനാ, ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ചോദിക്കുന്നതിനൊന്നും എൻ്റെ ഒരു ഉത്തരവൊന്നുമില്ല. ഞാനിങ്ങനെ, എൻ്റെ കർത്താവേ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണ്, എന്നെ ചെയ്യാനാ, നീ സഹായിക്കന്നെ. അവ എൻ്റെ ഉള്ളിലെ കർത്താവ് ഇങ്ങനെ പറയാണ്, കാലടി 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 കാലടി. അപ്പം ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് കാലടിയുമായിട്ട് എന്താ ബന്ധം? രണ്ടുപേരും മുഖത്തോട് മുഖം ഞെട്ടിത്തിരിഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ നോക്കുകയാണ്. നീ പറഞ്ഞോ അച്ഛനോട്? ചേട്ടൻ പറഞ്ഞോ അച്ഛനോട്? നമ്മൾ പറഞ്ഞില്ലല്ലോ, അത് നമ്മൾ സംസാരിച്ചില്ലല്ലോ. അപ്പോൾ അവരെന്നോട് ചോദിക്കണം, അച്ഛന് അതെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, പറയാം, അത് ഇത് പറ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയാണ്, അച്ഛാ ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രതിസന്ധികൾ ആരംഭിക്കുന്നത് കാലടി എന്ന സ്ഥലത്ത് നിന്നാണ്. എനിക്ക് ധൈര്യമായി, മനസ്സിലായോ? ഇനിയിപ്പോൾ ഞാൻ ഫോർവേഡ് കളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അകാരണമായ രോഗഭീതി, രോഗമില്ല, പക്ഷേ എപ്പോഴും രോഗാന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാത്? അവര് എഴുന്നേറ്റു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണം, അച്ഛാ ഞങ്ങളത് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ വേണ്ടി വരികയായിരുന്നു, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അത്. അപ്പോൾ അവര്, അച്ഛാ ഞങ്ങളെ ഇപ്പം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മേജർ പ്രശ്നം, ഒരു കുടുംബത്തിൽ ഒരാൾ, ആരാന്ന് ഞാൻ പറയണില്ല, ആ ആളിപ്പം ഇങ്ങനാണ്, ഞങ്ങൾക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കണം ഗ്യാസ് ലീക്കാണോന്ന്. അവര് വായും പൊളിച്ചെന്നെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ രാവിലെ ഗ്യാസ് ലീക്കായി. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ സന്ധ്യയിൽ ആ 3 കാര്യങ്ങൾ ദൈവാത്മ, അന്ന് ഉച്ചയ്ക്ക്, നിങ്ങൾ ആലോചിച്ച്, വൈകുന്നേരം വരാൻ പോകുന്ന ആളുകൾ, എവിടെയോ ദൂരെ ഇരിക്കുന്ന ഒരു കൂട്ടായ്മയിലുള്ളൊരു ചെറുപ്പക്കാരൻ, അവന് കർത്താവിൻ്റെ ആത്മാവ്, അവന് ഒരു ബന്ധമില്ലാത്ത 3 കാര്യങ്ങൾ അവന് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. വൈകുന്നേരം ഏതുങ്ങൾ വരാൻ പോകുന്ന ഈശോയ്ക്കറിയാം. ഞാൻ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതെനിക്ക് കിട്ടിയ ദർശനങ്ങളല്ല. എൻ്റെ കൂട്ടായ്മയിലെ ഒരു മകൻ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറയുകയാണിത്. നിങ്ങൾ സന്ധ്യയ്ക്ക് വരുമെന്ന് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നതൊന്നുമല്ല, നിങ്ങൾ ചോദിക്കാതെ വന്നതാണ്, ഞാൻ ഉണ്ടോയെന്ന് അറിയാതെ വന്നതാണ്, ഉണ്ടെങ്കിൽ കാണാമെന്ന് ഓർത്ത് വന്നതാണ്. നേരത്തെ എനിക്കറിയില്ല, പ്രയർ നോളജ് ഇല്ല നിങ്ങൾ വരുമെന്ന്. പക്ഷെ നിങ്ങൾ വരുമെന്ന് ആർക്കറിയാം?
ദൈവത്തിനറിയാം. അതുകൊണ്ട് ആ ദൈവത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. വർഷങ്ങൾ, ഞാൻ ഇപ്പോഴേ ഉള്ളൂ കുറച്ച് നാളായിട്ട്, കുറച്ച് കാലങ്ങളായിട്ട് അവരെ കാണാത്തത്. വർഷങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷ ഒരു സ്ഥലത്ത് നടത്തുമ്പോൾ ഓരോ സന്ധ്യയിലും ബൈബിളും പിടിച്ച് വിടർന്ന കണ്ണുകളോടെ ഈ അധ്യാപകർ രണ്ടുപേരും സുവിശേഷം കേൾക്കാൻ വന്നിരുന്നത് എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് സന്ദർഭങ്ങളിൽ കണ്ണുനീരോടെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങളുടെ അന്ധത മാറി. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അത് മനസ്സിലാകുന്നുണ്ടോ? അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഒരു ആത്മീയ അന്ധതയുടെ മേഖലയുണ്ട്. അതായത് നമുക്ക് ബുദ്ധി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിവുണ്ട്, ചിലപ്പോൾ പഠനമുണ്ട്, ഒത്തിരി ലോക കാര്യങ്ങൾ അറിയാമായിരിക്കും. അത് മനസ്സിൻ്റെ വളർച്ചയാണ്, മെൻ്റൽ ഗ്രോത്ത്. അത് സ്പിരിച്വൽ ഗ്രോത്ത് ആവണമെന്നില്ല. മെൻ്റലി വളരെ വളരെ ഉയർന്ന ധിഷണ ശക്തിയുള്ള ബൗദ്ധിക നിലവാരം ഉന്നതമായിരിക്കും. പക്ഷേ ആത്മാവ് അടഞ്ഞ അവസ്ഥയിലായിരിക്കും. ആത്മാവിൻ്റെ കാര്യങ്ങളോട് ഒരു തുറവേ ഉണ്ടാവില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു തുറവേ. എനിക്കറിയാം, അധ്യാപകരുടെ അധ്യാപകനായിരുന്ന ഒരു മനുഷ്യൻ, ഞാൻ ശുശ്രൂഷ ചെയ്തൊരു ഇടവകയിലുണ്ടായിരുന്നു. അദ്ദേഹം അധ്യാപകരുടെ അധ്യാപകനാണ്. അദ്ദേഹം എന്നോട് കണ്ണ് നിറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എനിക്ക് ഈ വക ഒരു കാര്യത്തിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. സുവിശേഷം അച്ഛൻ പ്രസംഗിക്കുന്നത് വരെ, വചന അച്ഛൻ പഠിപ്പിക്കുന്നത് വരെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം എനിക്ക് പുച്ഛമായിരുന്നു. എന്നാൽ ഇപ്പം എനിക്കറിയാം ഇതിനെല്ലാം വിലയുണ്ട്. ഇപ്പം ഇത് മനസ്സിലാക്കാൻ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം തുറക്കപ്പെട്ടിട്ടുണ്ട്. ആത്മീയ അന്ധത. പറഞ്ഞേ ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം കെട്ടപ്പെട്ട ഒരവസ്ഥയുണ്ട്. പ്രാർത്ഥിക്കണം. അത് തുറന്നു കിട്ടിയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് അത്യാവശ്യം പഠിപ്പ് എനിക്കുണ്ട്. അത്യാവശ്യം, ഒത്തിരി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം പഠിപ്പ് എനിക്കുണ്ട്. അത്യാവശ്യം കുറച്ച് വായനയുണ്ട്, കുറച്ച് ലോകം കണ്ടിട്ടുമുണ്ട്. പ്രായമേ ഉള്ളൂ കുറവ്, 28 വയസ്സ്. അപ്പോ അത്യാവശ്യം ഒത്തിരി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം ഒരു പൊട്ടനെ പോലെ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് ഇതും ഇങ്ങനെ ചങ്കത്ത് വെച്ച് നടക്കുന്നതിനകത്താണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. അത് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ആനന്ദം. ഒത്തിരി രാജ്യങ്ങൾ, 29 രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഒത്തിരി തവണ പോയിട്ടുണ്ട് പല രാജ്യങ്ങളിലും. ഞാൻ പറയുകയാണ്, 5 ഭൂഖണ്ഡങ്ങളിലും പോയിട്ടുണ്ട്. കുറച്ച് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല. നിങ്ങൾ എനിക്കൊരു ദിവസം തന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഈ പുസ്തകം കൊണ്ട് മാത്രം ഇരുന്നോളാം, ഭക്ഷണം പോലും തരണ്ട. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. എനിക്കിതിലെ ഒരു പേജ് വായിക്കുമ്പോൾ ഞാൻ ഉറങ്ങി വീഴുമായിരുന്നു. അതിനകത്ത് ഇതിലെ ഒരു പേജ്, ഇത് എന്തൊരു ഡ്രൈ, എന്തൊരു ബാരൻ, എന്തൊരു ബോറൻ സാധനമാണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഒരിക്കൽ ദൈവത്തിൻ്റെ അനന്ത കരുണയിൽ ഒരു മേഖല തുറക്കപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിൻ്റെ വചനത്തിനകത്ത് നിധിയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യമായിട്ട് കണ്ടാൽ മതി. കർത്താവിൻ്റെ വചനത്തിനകത്ത് നിധി നിക്ഷേപം. ഒരായുസ് മുഴുവൻ നമ്മൾ ഈ പുസ്തകം കൊണ്ടിരുന്നാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുകയാണ്, ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാനാവാത്ത വിധം അന്ധമായ മനസ്സ്. ഒരിക്കൽ കൂടി വായിക്കാം. 2 കൊരിന്തോസ് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ഒരു അന്ധത. രണ്ടാമത്തെ അന്ധത പാപത്തിലേക്കും നാശത്തിലേക്കുമാണ് പോകുന്നത് എന്നറിയാനാവാത്ത അന്ധത. ഏതോ ഒരു സിനിമയിലെ കഥാപാത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് എനിക്ക് പരിചയമുള്ള വീട്ടിലെ ഒരു കൊച്ചുകുട്ടി, തീരെ ചെറിയ കുട്ടിയാണ്. ആ കുട്ടി എന്നോട് ഇടയ്ക്ക് തമാശയായിട്ട് പറയാറുണ്ട്, നാശത്തിലേക്കാണ് നീ പോകുന്നത്. തമാശയായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ഏതോ ഒരു സിനിമയിലെ കഥാപാത്രം പറയുന്ന ഡയലോഗാണെന്ന് എന്നോട് പറഞ്ഞത്. അതായത്
അത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പറയാണ്, ചോക്ലേറ്റ് എടുത്തോട്ടെ അച്ഛാ, ഞാൻ പറയാണ് എടുക്കണ്ട, ഇന്ന് ഒരുപാട് ചോക്ലേറ്റ് തന്നില്ല, എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജ് അടച്ചാൽ എന്നോട് പറയും, എന്താ പറയുന്നത്, നാശത്തിലേക്കാണ് പറഞ്ഞ ഹല്ലേലൂയ. അതാണ് എനിക്ക് പറയാനുള്ളത്. നാശത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയാനാവാത്ത അവസ്ഥ. അതായത് കൊടിയ പാപത്തിലായിരിക്കും ജീവിക്കുന്നത്, തിന്മയുടെ ബന്ധനങ്ങളിലേക്ക് കഴിയുന്നത്, പാപത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അത് ഭയാനകമായ ദുരിതത്തിലേക്കാണ് ജീവിതത്തെ കൊണ്ടുപോകുന്നതെന്ന് അറിയാത്ത അന്ധത. മനസ്സിലായോ? ഇതാണ് രണ്ടാമത്തെ മേഖലയിലെ അന്ധത. നമുക്ക് സുഭാഷിതങ്ങൾ 28:13, സുഭാഷിതങ്ങൾ 28, സുഭാഷിതങ്ങൾ 28:13, സുഭാഷിതങ്ങൾ 28:13 വായിച്ചേ. തെറ്റുകൾ മറച്ചു വെക്കുന്നവന്, മറച്ചു വെക്കുന്നവനല്ല, മറച്ചു വെക്കുന്നു, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യും? അവരിങ്ങനെ ചിന്തിക്കും, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കും, ഞങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് വിചാരിക്കും. ഒരു വചനം കൂടെ വായിക്കാം. നിയമാവർത്തനം 29:18. നിയമാവർത്തനം, ഡ്യൂട്രോണമി 29, നിയമാവർത്തനം 29:18 മുതൽ ഉറക്കെ വായിക്കാം. അവരുടെ ദേവന്മാരെ സേവിക്കുന്നതിനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തൻ്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. ഉറക്കെ വായിക്കാം. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ. അപ്പോൾ മോശ പറയുകയാണ്, മക്കളെ, കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. അതായത് കയ്പുള്ള ഫലം കായ്ക്കുന്ന മരം, ആ മരത്തിൻ്റെ വേര് പോലും ഉണ്ടാവരുത്. എന്തിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? എങ്ങനെയുള്ളവൻ? കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് പോലെയുള്ളവൻ, അങ്ങനെയുള്ളവൻ. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ, അതായത് ദൈവവചനം കേൾക്കുമ്പോൾ, ഉപദേശം കേൾക്കുമ്പോൾ, വല്ലവരും നല്ല വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ, അങ്ങനെയുള്ളവൻ എന്ത് ചിന്തിക്കും? കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ. അയാൾ പറയുകയാണ്, നനഞ്ഞതും ഉണങ്ങിയതും ഒരുപോലെ, നല്ലതായിട്ട് നടക്കുന്നതും മോശമായിട്ട് നടക്കുന്നതും ഒരുപോലെ, കുടിക്കുന്നതും കുടിക്കാത്തതും ഒരുപോലെ, പാപം ചെയ്യുന്നതും പാപം ചെയ്യാത്തതും ഒരുപോലെ, നനഞ്ഞതും വരണ്ടതും കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ, ഉറക്കെ വായിക്കൂ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും ഞാൻ സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ ആശീർവദിക്കും. അതായത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതായത് ഞാൻ എങ്ങനെ നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചോളും. അതിപ്പോൾ ഞാൻ നേരായിട്ട് നടന്നാലും മോശമായിട്ട് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചോളും എന്ന് പറഞ്ഞ് ചില മനുഷ്യർ തങ്ങളെ തന്നെ ആശീർവദിക്കും. അവരെക്കുറിച്ചാണ് സുഭാഷിതങ്ങൾ 16 25 വാക്യം പറയുന്നത്. സുഭാഷിതങ്ങൾ 16:25 വായിക്കാമോ? സുഭാഷിതങ്ങൾ 16:25 വായിക്കാമോ? ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ താൻ പോകുന്നത് നാശത്തിലേക്കാണെന്ന് അറിയാത്ത ഒരുപാട് മനുഷ്യരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഞാൻ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അദ്ദേഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത് സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 22, 23, 24, 25 അധ്യായങ്ങളിലാണ്. ആ മനുഷ്യനെ നമ്മൾ കാണുന്നത്. അദ്ദേഹം പോകുന്ന വഴി മരണത്തിലേക്കാണെന്നറിയാതെ മുന്നോട്ട് പോയ ഒരു മനുഷ്യൻ. നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് സംഖ്യയുടെ പുസ്തകം നമ്പേഴ്സ് 22, സംഖ്യയുടെ പുസ്തകം 22 അധ്യായം മുതലാണ്. ഞാൻ എല്ലാം വായിക്കാൻ നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുക, അറിയാവുന്ന കാര്യമാണ്, എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്? ഇസ്രായേൽ മക്കള് കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ 40 സംവത്സരം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവരുടെ ആദ്യത്തെ തലമുറ മുഴുവൻ മരിച്ചു വീണു. ഇനി രണ്ടാമത്തെ തലമുറയാണ്. ആ തലമുറയുടെ സെൻസസ് ആണ് സംഖ്യയുടെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ മോശ എടുക്കുന്നത്. സംഖ്യയുടെ പുസ്തകം ലാസ്റ്റ് ചാപ്റ്റേഴ്സ് കാണുന്നത് ഈ രണ്ടാമത്തെ സെൻസസ്, പുതിയ തലമുറ. ആ പുതിയ തലമുറ അവർ മോവാബ് സമതലത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ
ഈ പഴയ തലമുറ മോവാബ് സമതലത്തിൽ എത്തിച്ചേരുന്നത് വരെയാണ് ഈ 40 സംവത്സരം അവർ യാത്ര ചെയ്ത്, അതിനിടയിലാണ് എല്ലാവരും മരിച്ചു പോകുന്നത്. അപ്പോൾ ഈ 40 സംവത്സരം യാത്ര ചെയ്ത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ആ തലമുറ മൊവാബ് സമതലത്തിൽ, പ്ലെയിൻസ് ഓഫ് മൊവാബ്, അവിടെ എത്തിച്ചേർന്നു. മൊവാബ് സമതലത്തിൻ്റെ പ്രത്യേകത ഇത് ജോർദാൻ അടുത്താണ്, കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയാണ്. എന്ന് പറഞ്ഞാൽ ഇനി 1-2 ദിവസം ട്രാവൽ ചെയ്താൽ അവർക്ക് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ബോർഡറിലെത്തി, മൊവാബ് സമതലത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് എന്ന് പറയുന്ന ഒരു രാജാവിന് ഇസ്രായേൽക്കാരെ കുറിച്ച് ഭയമുണ്ടായി. അവർ വരുന്ന വഴിക്കെല്ലാം തോൽപ്പിച്ച സീഹോൻ രാജാവായ ഓഗിനെയും ബാഷാൻ രാജാവിനെയും ഒക്കെ തോൽപ്പിച്ചതിനെക്കുറിച്ചുള്ള വീരോചിതമായ കഥകൾ പാണൻ പാടിയ പാട്ടുകളിലും പറഞ്ഞു പരത്തിയ കഥകളിലും ഒക്കെ കേട്ട് മനസ്സിലാക്കിയ മൊവാബ് രാജാവിന് ഇവരെക്കുറിച്ച് വലിയ ഭയമായി. അവർ തങ്ങളെ വന്ന് വിഴുങ്ങിക്കളയുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനുള്ള ആയുധബലമോ അംഗബലമോ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം മറ്റൊരു വഴി സ്വീകരിച്ചു. മന്ത്രവാദിയായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ബയോറിൻ്റെ മകനായ ബാലാം. മന്ത്രവാദിയുടെ പേരെന്താണ്? ബാലാം എന്ന് പറയുന്ന ഈ വിജാതീയ മന്ത്രവാദിയെ ബാലാം വിളിച്ചു വരുത്തി അദ്ദേഹത്തെ കൊണ്ട് ഇസ്രായേൽ മക്കളെ ശപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതാണ് പശ്ചാത്തലം. അങ്ങനെ ബാലാമിനെ വിളിക്കാൻ വേണ്ടി മോവാബ് രാജാവ് തൻ്റെ കുറേ ഉദ്യോഗസ്ഥന്മാരെ അയച്ചു. ബാലാമിനോട് ആ രാത്രിയിൽ ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം സംസാരിച്ചു. യഹോവ ബാലാമിനോട് ചോദിച്ചു, ബാലാം, നിന്റെ കൂടെയുള്ള ഈ ആളുകൾ ആരാണ്? നമ്മൾ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ ദൈവം ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് കേൾക്കാൻ പറ്റും. നിന്റെ ഈ കൂടെ ഉള്ളവരാരാ? നിനക്ക് പറ്റിയതാണോ ഈ കൂട്ട്? ഈ ഫോൺ വിളി നിനക്ക് പറ്റിയ ആളുമായിട്ടാണോ? നിനക്ക് പറ്റിയ ബന്ധമാണോ ഇത്? ആരാണ് നിന്റെ കൂടെ? ആരോടാണ് നിന്റെ സമ്പർക്കം? ആരോടാണ് നീ ഇടകലരുന്നത്? ഫെലോഷിപ്പ് ആരുമായിട്ടാണ്? ഇതാണ് ദൈവം ചോദിക്കുന്നത്. ബാലാം, ആരാ അവിടെ? കുറച്ച് പേര് അവിടെ നിൽക്കുന്നല്ലോ, ആരാ അത്? അപ്പൊ ബാലാം പറഞ്ഞു, മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് പറഞ്ഞയച്ചതാണ് കർത്താവേ. എന്തിന്? ഇവിടെ ചെന്നിട്ട് ഇസ്രായേൽക്കാരെ ശപിക്കാൻ. ദൈവം പറഞ്ഞു, പോകരുത്, പോന്നില്ല. വന്നിട്ട് വിളിക്കാൻ വന്നവരോട് പറഞ്ഞു, യഹോവയായ ദൈവം ഇന്നലെ രാത്രി പ്രത്യക്ഷപ്പെട്ടു, പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വരുന്നില്ല. നാട്ടുമന്ത്രവാദി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. പോയിട്ട് രാജാവിനെ ചെന്ന് വിവരം ധരിപ്പിച്ചപ്പോൾ രാജാവ് കൂടുതൽ ഉയർന്ന തസ്തികയിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥരെ അയച്ചു. അവർ കുറെ കൂടി വിശിഷ്ടമായ സമ്മാനങ്ങളുമായാണ് വന്നത്. സമ്മാനങ്ങൾ പണ്ടേ ബാലാമിന് വീക്ക്നെസ്സാണ്. ഗിഫ്റ്റ് കൊടുത്താൽ ആൾ വീഴും. അതുകൊണ്ട് സമ്മാനം കൊടുത്തു വിട്ടപ്പോൾ അയാൾ പറഞ്ഞു, പോകണ്ടെന്നാ പറഞ്ഞേ, എന്നാലും ഒന്നുകൂടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ കർത്താവിന് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് പിള്ളേരുണ്ടല്ലോ, അവരിങ്ങനെ ഒന്നുകൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, കുറേ ചോദിച്ചു കഴിയുമ്പോൾ ബാലാമിനോട് പറഞ്ഞത് തന്നെ ദൈവം പറയും, എന്നാൽ പിന്നെ കെട്ടിക്കോളാൻ പറയും. മനസ്സിലായോ? ആ പറയുന്ന ടോണ് എന്നാ കെട്ടിക്കോ, എന്നാ പൊക്കോ, ഇങ്ങനെ പറയുന്നത്. ആ പോക്ക് നല്ലതാവില്ല എന്ന് ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ദൈവം ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം വിലക്കിയിട്ടുള്ളൊരു കാര്യമാണ്, ദൈവവചനം എതിർപ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ആ വഴിക്ക് 100 ന്യായം പറഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നൊരു വചനം കിടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും കുപ്പി വാങ്ങിച്ച് അടിക്കുകയാണ്. എല്ലാ ദിവസവും അടിച്ച് പൂസായിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് കർത്താവിന് മുമ്പ് ഇരുന്ന്, കർത്താവേ ഞാൻ കുറച്ച് കുടിച്ചോട്ടെ പ്ലീസ് കർത്താവേ കുറച്ച് കുടിച്ചോട്ടെ, ക്ഷീണം മാറാനാ കർത്താവ് കുറച്ച് കുടിച്ചോട്ടെ, ടെൻഷൻ മാറാനാ കുറച്ച് കുടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, കുടിച്ചു.
പക്ഷെ അത് എത്തിച്ചേരുന്നത് ശരിയെന്ന് നീ വിചാരിക്കുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. അപ്പം ഈ മനുഷ്യൻ സമ്മാനമൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചപ്പോൾ ചോദിച്ചു, യഹോവേ പൊക്കോട്ടെ. കർത്താവ് പറഞ്ഞു, പൊക്കോ 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 പൊക്കോ. പക്ഷെ ദൈവത്തിന് അത് ഇഷ്ടമായില്ല എന്ന് തുടർന്ന് വന്ന സംഭവങ്ങൾ തെളിയിച്ചു. ഇപ്പം ഇയാള് ബാലാക്കിൻ്റെ ഭൃത്യന്മാരുടെ കൂടെ പോകാൻ ഇറങ്ങിയപ്പോൾ ബാലാമിൻ്റെ മെഴ്സിഡസ് ബെൻസ്, അതിൻ്റെ പേരാണ് ബാലാമിൻ്റെ കഴുതപ്പുറത്താണ് ഇയാൾ പോണത്. അപ്പോൾ ഈ കഴുതയുടെ പുറത്ത് കയറി അയാൾ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഊരിയ വാളുമായി ഒരു ദൈവദൂതൻ കൺമുമ്പിൽ വന്ന് നിന്നു. കേൾക്കണേ, ഈ ബാലാമിൻ്റെ പ്രത്യേകത, യൂദായിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരുമെന്നും യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്നും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ച വിജാതീയ പ്രവാചകനാണ് ബാലാം. ഏതോ മന്യാധീനമാകുമെന്നും മൊവാബിൻ്റെ നെറ്റിത്തടം തകർക്കുമെന്നും പ്രവചിച്ച പ്രവാചകനാണ് ബാലാം. 4 തവണ മലമുകളിൽ കയറി നിന്ന് ഇസ്രായേലിനെ ശപിക്കുന്നതിന് പകരം ഇസ്രായേലിനെ അനുഗ്രഹിക്കുമ്പോൾ അതുവരെയുള്ള മറ്റൊരു പ്രവാചകനും അന്നോളം പ്രവചിച്ചിട്ടില്ലാത്ത ഇൻറ്റൻസിറ്റിയിൽ വരാൻ പോകുന്ന മിശിഹായുടെ വരവിനെ കുറിച്ച് കൃത്യം പ്രവചിച്ച പ്രവാചകനാണ് ബാലാം. പക്ഷെ ആ ബാലാമിന് താൻ പോകുന്ന വഴി തൻ്റെ മരണത്തിലേക്കാണെന്നറിയാൻ അവൻ്റെ കണ്ണ് തുറക്കപ്പെട്ടില്ല. വരങ്ങളുണ്ടാവാം, കൃപകൾ വെളിപ്പെടാം, തസ്തികകൾ ഉയർന്നതാവാം, ശുശ്രൂഷകൾ വലിയ സ്പെക്ടാക്കുലറായിരിക്കും. പക്ഷേ പോകുന്ന വഴി മരണത്തിലേക്കാണോന്ന് അറിയാൻ പാകപ്പെടുന്ന വിധത്തിൽ കണ്ണ് തുറക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ ഈ മനുഷ്യന് ഊരിയ വാളുമായിട്ട് മുമ്പിൽ നിന്ന ദൈവദൂതനെ കഴുത കണ്ടു, ബാലാം കണ്ടില്ല. കഴുത കണ്ടു, മനസ്സിലായോ? കപ്പ്യാർക്ക് മനസ്സിലായി, അച്ഛന് മനസ്സിലായില്ല. ഞാൻ എൻ്റെ കാര്യം പറയണേ, മനസ്സിലായോ? കൂടുള്ള ടീം അംഗത്തിന് മനസ്സിലായി, അച്ഛന് മനസ്സിലായില്ല. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അടുക്കള ജോലി ചെയ്യുന്ന ചേച്ചിക്ക് മനസ്സിലായി, സിസ്റ്ററിന് മനസ്സിലായില്ല. പറഞ്ഞ ഹല്ലേലൂയാ, മനസ്സിലായോ? വീട്ടിൽ പശുവിനെ നോക്കാൻ വരുന്നവനും പറമ്പിൽ പണിയെടുക്കുന്നവനും മനസ്സിലായി, വീട്ടുകാരന് മനസ്സിലായിട്ടില്ല. കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ല. ഭൃത്യന്മാര് മാറി എന്നിട്ട് പറയും, എന്തൊക്കെ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കും. പറഞ്ഞ ഹല്ലേലൂയാ, മനസ്സിലാവത്തില്ല. വേലക്കാര് ജോലിക്ക് വരുന്നത് ബംഗാളി, ആസാമിൽ നിന്ന് വന്നവൻ, ബംഗ്ലാദേശിൽ നിന്ന് വന്നവൻ, കൽക്കട്ടയിൽ നിന്ന് വന്നവൻ പറയും, ക്യാ ഭായി, എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ വീട്ടുകാരന്, മലയാളിക്ക്, കൊലയാളിക്ക് മനസ്സിലാവത്തില്ല. പറഞ്ഞ ഹല്ലേലൂയാ. ഊരിയ വാളുമായി കൺമുമ്പിൽ നിന്ന ദൈവദൂതനെ അവന് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇത് കണ്ട ഉടനെ പാവം കഴുത പേടിച്ചിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് കിടന്ന് കഴുത. ബാലാം കഴുതയെ അടിച്ചു. കഴുത ഇങ്ങനെ നോക്കി, ഇതിനാണ് എന്നെ അടിക്കുന്നതെന്നാണ് നോട്ടത്തിൻ്റെ അർത്ഥം. പക്ഷെ ഒന്നും പറഞ്ഞില്ല കഴുത. 2-3 അടി അടിച്ചു. കഴുത എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ തുടങ്ങിയ ഊരിയ വാളുമായി ദൈവദൂതൻ വീണ്ടും മുമ്പിൽ നിന്നു. കഴുത മതിലിനോട് ചേർന്ന് മാറി ഇങ്ങനെ ദൂതനെ കണ്ടിട്ട്. അപ്പൊ ബാലാമിന്റെ കാല് ഒരഞ്ഞു. കൂട്ടറപകടം. ബാലാമിന്റെ കാല് ഒരഞ്ഞു. കാറപകടം. തെന്നി വീണു, ബാത്റൂമിൽ തെന്നി വീണു. അപ്പോ ബാലാം കഴുതയെ വീണ്ടും അടിച്ചു. കഴുത എഴുന്നേറ്റു. വീണ്ടും 2 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചപ്പോൾ ഊരിയ വാളുമായി ദൈവദൂതൻ കഴുത നിവർത്തികെട്ട് തൊട്ടടുത്ത
ഗട്ടറിലോട്ട് വയലിലോട്ട് ചാടി. വണ്ടി കൊക്കയിലോട്ട് മറിഞ്ഞു. കഴുതയ്ക്ക് ഷോക്ക് അബ്സോർബർ ഇല്ലാത്തതുകൊണ്ട് ബാലാമിൻ്റെ നടു ഉളുക്കി പെടലി വെട്ടി. ബാലാം കഴുതയെ വീണ്ടും അടിച്ചു. കഴുത എഴുന്നേറ്റ് അങ്ങോട്ട് തിരിഞ്ഞു എന്നിട്ട് ചോദിച്ചു, എന്തിനാടാ മരക്കഴുത എന്നെ അടിച്ചെന്ന് ചോദിച്ചു. ബാലാം നോക്കുമ്പോൾ കഴുത സംസാരിക്കുന്നു. കഴുത പറഞ്ഞു, എടാ വിവരമില്ലാത്തവനെ, വലിയ പ്രവചനക്കാരനല്ലേ, വലിയ പ്രാർത്ഥനക്കാരനല്ലേ, പള്ളിയിലെ പ്രമാണിയല്ലേ, സംഘടനയിലെ അംഗമല്ലേ, എടാ മരക്കഴുതേ, കൊല്ലാൻ വേണ്ടി ദൂതം ഫ്രണ്ടിൽ നിൽക്കുന്ന കാണാടാ എന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കഴുതയെ അടിച്ചിട്ട് കാര്യമില്ല. കഴുതയെ അടുത്തിരിക്കുന്നവരോടോ, കഴുതയെ അടിച്ചിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിക്കുന്നത് മരണത്തിലേക്ക് നയിക്കുന്നതാവാം. കഴുതയുടെ പുറത്തിട്ട് തല്ലിയിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഒരു അമ്മച്ചി ചിന്തിക്കുകയാണ്, കഴുത സംസാരിക്കുമോ? അമ്മച്ചി, കഴുത സംസാരിക്കും. തെളിവ് ദേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. കഴുത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബാലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്നതിൻ്റെ കഴുതയല്ലേ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബാലാം സമ്മതിച്ചു. വായിക്കുക, സംഖ്യ 22:31. സംഖ്യ 22:31. അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. പറഞ്ഞ ഹല്ലേലൂയ. ഇത് നമ്മളിൽ സംഭവിക്കണം. അപ്പോൾ ദൈവം ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അവൻ കണ്ണുകൾ തുറന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ കണ്ണുകൾ അടയ്ക്കപ്പെട്ട മറ്റൊരാളാണ് സാവൂൾ. ദമാസ്കസിലേക്കുള്ള യാത്രക്കിടയിൽ നഗര കവാടത്തിൽ വെച്ച് സാവൂൾ എന്ന മനുഷ്യന്റെ മേൽ ഒരു ആലക്തികാഘാതം പോലെ, ഇലക്ട്രിക് ഷോക്ക് പോലെ ദൈവശക്തി ആഞ്ഞടിക്കുമ്പോൾ അയാൾ താഴേക്ക് വീഴുകയും അയാളുടെ അവസ്ഥ എന്താണെന്ന് ദൈവം കാണിച്ചു കൊടുത്തു. കണ്ണുകൾ അന്ധമാക്കപ്പെട്ട് താൻ ജീവിച്ചിരുന്ന അവസ്ഥ എന്താണെന്ന് ദൈവം നാടകീയമായി മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഏതാ നിന്റെ അവസ്ഥ ഇതാണ്, നിന്റെ കണ്ണടഞ്ഞിരിക്കുകയാണ്. അനനിയാസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ നടന്നു വീണു. അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവന് തൻ്റെ സമകാലികനായ, തൻ്റെ പ്രായത്തിലുണ്ടായിരുന്ന, തൻ്റെ കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ച, തൻ്റെ പ്രായമുണ്ടായിരുന്ന, തൻ്റെ സമപ്രായക്കാരനായ, തൻ്റെ മതത്തിലെ അംഗമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലൂടെ ലോകരക്ഷയ്ക്ക് വേണ്ടി പരിഹാരബലിയായി തൻ്റെ ജീവിതം സമർപ്പിച്ച ദൈവപുത്രനായ യേശു ദൈവപുത്രനാണ്, ദൈവമാണെന്ന് അവന് മനസ്സിലായി. കണ്ണു തുറക്കപ്പെട്ടു. അപ്പം മനസ്സിലായി. അതുവരെ അവന് മനസ്സിലാവത്തില്ലായിരുന്നു. അവൻ വിചാരിച്ചിരുന്നത് ഈ മതത്തെ നശിപ്പിക്കാൻ വന്ന ഏതോ ഒരു കലാപകാരി, മിശിഹ എന്ന വ്യാജവാദവുമായി യഹൂദ മതത്തിൽ പ്രത്യക്ഷപ്പെട്ട 100 കണക്കിന് വ്യാജന്മാരിൽ ഒരാൾ. എന്നാൽ അനനിയാസ് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫീസ്റ്റാണ് സഭയിൽ. പറഞ്ഞ ഹല്ലേലൂയ. അവൻ്റെ കണ്ണ് തുറക്കപ്പെട്ടു. പ്രാർത്ഥിച്ചാൽ ഇന്ന് അഭിഷേകം കിട്ടും. കണ്ണ് തുറക്കപ്പെടുന്ന ഒരു അഭിഷേകം, ഉൾക്കാഴ്ചയുടെ ഒരു അഭിഷേകം, ആത്മീയ കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു അഭിഷേകം, പാപത്തെ പാപമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അഭിഷേകം, അപകടത്തിലേക്ക് പോകുന്നത് മുൻകൂട്ടി അറിയാനുള്ളൊരു അഭിഷേകം, ആപത്ത് കാണാനുള്ളൊരു അഭിഷേകം. പറഞ്ഞ ഹല്ലേലൂയ. കണ്ണു തുറക്കപ്പെട്ടു. അപ്പോൾ അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ദൈവം ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. ഊരിയ വാളുമായി നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു.
പാപത്തിലേക്കും നാശത്തിലേക്കുമാണ് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അന്ധത. ഈ മേഖലയിൽ കർത്താവ് കണ്ണ് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കണ്ണും തുറക്കപ്പെടണം, നമ്മുടെ കൂടെയുള്ളവരുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളും തുറക്കപ്പെടണം. അവരുടെ ജീവിതം നാശത്തിലേക്കാണ് പോകുന്നത്. യേശുവിനെ മറന്ന്, സഭയെ മറന്ന്, ദൈവത്തെ മറന്ന്, കൂദാശകളെ മറന്ന് പോകുന്ന ഒരവസ്ഥ തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു അഭിഷേകം തുറക്കപ്പെടാൻ 1-2 വചനങ്ങൾ പെട്ടെന്ന് വായിക്കുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 11-ാം തിരുവചനം. വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്, എടുത്ത് പെട്ടെന്ന് വായിച്ച് മുന്നോട്ട് പോകാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ. അതായത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവമക്കളെന്ന നിലയിൽ നമുക്ക് ഒരു മനുഷ്യനോടും വിരോധം ഉണ്ടാവാൻ അവകാശമില്ല. ഒരു മനുഷ്യനോടും വൈരാഗ്യം, ദേഷ്യം വരാം, അരിശം വരാം, പിണക്കം തോന്നാം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് ആ കാര്യം സെറ്റിൽ ചെയ്യാതെ ഒരു 24 മണിക്കൂർ പിന്നിടാൻ ഒരു ദൈവമകൻ, ഒരു ദൈവമകൾക്ക് അവകാശമില്ല. വൈരാഗ്യം നമുക്ക് വെച്ച് വെറുപ്പിക്കാൻ പറ്റില്ല. വചനം പറയുന്നു, വിദ്വേഷത്തിൻ്റെ വേര് പടർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു. അതായത് ഒരാൾ വെറുപ്പിലും പിണക്കത്തിലാണെങ്കിൽ ആ വ്യക്തി കർത്താവിൻ്റെ ആളല്ല, പരിശുദ്ധാത്മാവുള്ള ആളല്ല. പറഞ്ഞ ഹല്ലേലൂയ. ക്ഷമിക്കാനും മറക്കാനും വിട്ടുകൊടുക്കാനും പറ്റാത്ത ഒരാളുടെ ആത്മീയത ശരിയായ ദിശയിൽ അല്ല അല്ല അല്ല. ഇനി അതിൽ കൂടുതൽ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിണക്കം വരാം, ദേഷ്യം വരാം, വിഷമം വരാം, സങ്കടം വരാം, അരിശം വരാം. ഇതൊക്കെ മാനുഷികമാണ്. എന്നാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, ഇൻ ദ അൾട്ടിമേറ്റ് അനാലിസിസ്, കൂട്ടിയും ഹരിച്ചും കുണിച്ചും ഹരിച്ചും അടിയിൽ ഒരു വരയിടുമ്പോൾ നമുക്ക് ആരോടും പിണക്കമില്ല. അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് ക്ഷമിച്ച് അവരെ നേരിട്ട് കണ്ടാൽ അവരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഹൃദയ ലാളിത്യം നേടിയെടുക്കാത്ത ഒരു സ്പിരിച്വാലിറ്റി കറക്റ്റ് അല്ല, കറക്റ്റ് അല്ല, കറക്റ്റ് അല്ല. പറഞ്ഞ ഹല്ലേലൂയ. ഭയങ്കര ഭക്തി, ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര പ്രകടനം, മനുഷ്യനോട് വെറുപ്പ്. എന്താത്മീയതയാണത്? അത് പരിശുദ്ധാത്മാവിൻ്റെ ആത്മീയത അല്ല. ദൈവം തരുന്നൊരു ആത്മീയത, ഈശോയുടെ സ്പിരിച്വാലിറ്റി അല്ലത്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കി. വായിക്കാം. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ. ഇതൊരു അന്ധതയാണ്. വെറുപ്പിൽ കഴിയുന്നത് ഒരു അന്ധതയാണ്. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാമത്തെ തിരുവചനം. യോഹന്നാൻ 12-ാം അധ്യായം 35-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. യോഹന്നാൻ 12:35. യേശു അവരോട് പറഞ്ഞു, അല്പസമയം കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിക്കാം. പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിക്കാനായിട്ട് പറ്റണം. ജോബിൻ്റെ പുസ്തകം, പെട്ടെന്ന് കുറച്ച് വചനങ്ങൾ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് വായിപ്പിക്കുന്നത്. ജോബിൻ്റെ പുസ്തകം 31:1. ഇന്ന് ഒത്തിരി മക്കളുടെ ജീവിതത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പൊർണോഗ്രഫി, അശുദ്ധി. അതായത് ഇൻ്റർനെറ്റിൽ ഇപ്പോൾ 5G ഇൻ്റർനെറ്റാണ്. വളരെ വേഗത്തിൽ നമുക്ക് ഏത് ഫിൽത്തി കണ്ടൻറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, കാണാൻ പറ്റും. ആരും നിയന്ത്രിക്കാനില്ല. ഒരാളുടെ സ്വകാര്യതയിൽ ഏത് പാപവും ചെയ്യാൻ പറ്റും. ഈ അവസ്ഥയിൽ ഇന്ന് സൈബർ ക്രൈമുകൾ, ഈ സൈബർ ലൈംഗിക അതിക്രമങ്ങൾ, സെക്ഷുവൽ സെൻസ്, ഇത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ ഇടയിൽ ക്രമാതീതമായ വിധത്തിൽ വളർന്നു വരുന്നൊരു കാലമാണ്. ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, പൊർണോഗ്രഫിയുടെ ലോകം പൈശാചിക ലോകമാണ്. പറഞ്ഞ ഹല്ലേലൂയ. ദൈവ പൈതലായി ജീവിക്കുന്ന ഒരാൾക്ക് എത്തി നോക്കാൻ പോലും പറ്റാത്ത മേഖലയാണ് അശുദ്ധിയുടെ, ഈ പൊർണോഗ്രഫിയുടെ, ഈ സൈബർ സെക്സിൻ്റെ ലോകം. അപ്പം അതുകൊണ്ട് അതിനകത്ത് കിടന്നിട്ട് ഒരു ദൈവിക ജീവിതം ഇല്ല. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കണം, ഉള്ളുരുകി. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ
ജോബിന്റെ പുസ്തകം 31 അധ്യായം 1 വാക്യം. ജോബ് 31:1. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഞാനൊരു സ്ത്രീയെ എങ്ങനെ അശുദ്ധിയോടെ നോക്കും? ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതായത് കണ്ണുകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുപ്പക്കാർ, പ്രിയ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ തിന്മകൾക്ക്, ഇപ്പോൾ സ്വയം ഭോഗം അല്ലെങ്കിൽ സ്വവർഗഭോഗം അല്ലെങ്കിൽ ഇതുപോലെ വ്യഭിചാര അശുദ്ധികൾ, ഇങ്ങനെയുള്ള തിന്മകൾ, പൊർണോഗ്രഫി, ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കൾക്ക് നിങ്ങളൊന്ന് സത്യസന്ധമായിട്ട് അവനവൻ്റെ ജീവിതത്തെ വിലയിരുത്തി നോക്കിയോ, ഒരു പുരോഗതിയും ഉണ്ടാവില്ല. കാരണം അതൊരു പൈശാചിക ലോകമാണ്. ആ അടിമത്തത്തിൻ്റെ ലോകത്തിൽ രക്ഷപ്പെടാൻ പാടാണെന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാവത്തില്ല. എന്നോട്, ഞാൻ ഒരു വിദേശ രാജ്യത്ത് ഒരിക്കലും ബ്രദറും ഞാനുമാണ്, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ ഡാനിലച്ച, അച്ഛൻ ഈ വിഷയം, ഈ പൊർണോഗ്രഫി, ഈ അശുദ്ധി ഇത് പറയുന്നത് ആ പ്രസംഗം ഞാൻ കേട്ടച്ചാ, അച്ഛാ സത്യമാണ് അച്ഛാ അച്ഛൻ പറഞ്ഞത്. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മേഖലയിൽ എനിക്ക് ബന്ധപ്പെട്ട് ഒരു അടിമത്തം ഉണ്ടായിരുന്നു. അത് കാരണം എൻ്റെ ജീവിതത്തിൽ എടുത്തു മാറ്റാൻ പറ്റാത്ത തഴക്കദോഷം ഉണ്ടായിരുന്നു. അച്ഛാ, ഞാൻ കർത്താവിനോട് ആ വചനം കേട്ടിട്ട് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് മോചനം പ്രാപിച്ചതിന് ശേഷമാണ് എൻ്റെ സാമ്പത്തിക മേഖലയിൽ വ്യത്യാസം വരാൻ തുടങ്ങിയത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. യെശയ്യാ പ്രവചനം 33 അധ്യായം. യെശയ്യാ പ്രവചനം 33 വളരെ പ്രധാനപ്പെട്ടൊരു വചനം ഞാൻ ചൂണ്ടിക്കാണിക്കാം. യെശയ്യാ പ്രവചനം 33 അധ്യായം. ഇന്ന് 9:30 പോയാൽ മതിയേ. ഹലോ, ഇന്ന് 9:30 പോയാൽ മതിയേ. വെപ്രാളൊന്നും പിടിക്കണ്ട. അതുകൊണ്ടാണ് യെശയ്യാ 33 കേട്ടോ. യെശയ്യാ 33 എടുത്തോ. അവിടുന്ന് 15 മുതലുള്ള വാക്യങ്ങൾ, 15, 16, 17 വാക്യങ്ങൾ, 15, 16, 17 വാക്യങ്ങൾ വായിച്ചോ. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ. അടുത്ത തുറക്ക വായിക്ക്. തിന്മ കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ. തിന്മ കാണാതിരിക്കാൻ, അതായത് തിന്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഈ പൊർണോഗ്രഫി അശുദ്ധി സൈറ്റുകളിൽ പോകുന്ന മാത്രമല്ല, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും എല്ലാം ഇങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നതിൽ ഭൂരിപക്ഷവും നല്ലതല്ല എന്ന് കാണുന്ന എല്ലാവർക്കും അറിയാവോ? അത് അതിനകത്ത് ഇപ്പം നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടൊന്നുമല്ലല്ലോ അത് വരുന്നത്. അത് ഒത്തിരി നല്ലതും മോശം എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കത് അതെനിക്ക് കാണണ്ട, അത് കണ്ടിട്ടുള്ള സന്തോഷം എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ചാൽ, എന്നെ കേൾക്ക്, എന്നെ വിശ്വസിക്ക്, അത് നീ ചിന്തിച്ച് അങ്ങനെ ഒരു കൃപ നീ ചോദിച്ച് വാങ്ങിയാൽ ആ മിനിറ്റ് മുതൽ നിന്റെ ജീവിതം മേലോട്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ആ മിനിറ്റ് മുതൽ പിന്നെ നീ താഴോട്ട് പോവില്ല. അത് ഉറപ്പാ. നിന്നെ ദൈവം ഇങ്ങനെ പൊക്കി കൊണ്ടു. ഈ ഒറ്റ മേഖലയിൽ ഒരു വില കൊടുക്ക്. പറഞ്ഞേ ഹല്ലേലൂയ. തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും. കണ്ടോ, എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. അവൻ്റെ ആഹാരം മുടങ്ങില്ല, അവന് ദാഹജലം കിട്ടും. രാജാവിൻ്റെ സൗന്ദര്യത്തോടെ നിന്റെ കണ്ണുകൾ കാണും. ദൈവത്തെ കാണാൻ പറ്റും. അതാ ഈശോ പറഞ്ഞ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണാൻ പറ്റും. കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റും. കർത്താവ് കൂടുള്ളത് അനുഭവിക്കാൻ പറ്റും. എപ്പോഴും ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ പറ്റും. പറ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഇതാണ് ഒരു മേഖല. ഇനി അടുത്ത ഒരു മേഖല, ഞാൻ 2 മേഖലയോടെ എനിക്ക് പറയാനുണ്ട്. വെറുതെ പിടിക്കല്ലേ, 2 മേഖലയും കൂടെ. അതായത് അടുത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ അമിതമായ ദുഃഖത്തിലും അന്ധതയുടെ വേറൊരു തലം. അമിതമായ ദുഃഖത്തിലും നിരാശയിലും ജീവിക്കുമ്പോൾ ദൈവം തുറക്കുന്ന വഴികൾ കാണാൻ പറ്റാത്ത അന്ധത. ഇത് നിരാശ, അമിത ദുഃഖം, ഇതിനകത്ത് കെട്ടപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് കർത്താവിൻ്റെ പദ്ധതികൾ കാണാൻ പറ്റാത്ത ഒരു അന്ധതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ആ മേഖല എന്താണ്? നിരാശയിലും പിന്നെന്താണ്, ദുഃഖത്തിലും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ദൈവം തുറക്കുന്ന വഴികൾ കാണാൻ പറ്റാത്ത ഒരു അന്ധത. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 21 അധ്യായത്തിൽ. നമുക്ക് ഒത്തിരി അറിയാവുന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം അതിന് വേണ്ട. ഉൽപ്പത്തി 21 അധ്യായത്തിൽ ഹാഗാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഹാഗാർ, ഉൽപ്പത്തി 21. ഹാഗാറിനെ നിങ്ങൾക്കറിയാമല്ലോ. ഹാഗാറിനെ അബ്രഹാമിന് കിട്ടുന്നത് എവിടുന്നാ? ഈജിപ്തിൽ നിന്നാണ്.
ഈജിപ്തിൽ നിന്ന് ഹാഗാറിനെ കിട്ടി. അങ്ങനെ ഹാഗാർ പിന്നെ അബ്രഹാമിൻ്റെ ജീവിതം ദുരിതപൂർണമാക്കി. അങ്ങനെ സാറ പറഞ്ഞതനുസരിച്ച് സാറായിക്ക് ഇസഹാക്ക് ജനിച്ചു കഴിയുമ്പോൾ ഈ ഹാഗാറിനെ ഇസ്മായിലിനെയും അബ്രഹാം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ മരുഭൂമിയിൽ അവളിങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് ഈ കുഞ്ഞ് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമേ ഉള്ളൂ, വെള്ളമേ ഉള്ളൂ. ഭക്ഷണവും തീർന്നു, വെള്ളവും തീർന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. എൻ്റെ കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ മറുവശത്തേക്ക് തിരിഞ്ഞിരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. അവൾ കുറേ അകലെ ഒരു അമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞ് അവളിരുന്ന് കരഞ്ഞു. കുഞ്ഞ് ഇപ്പുറത്ത് അമ്മയെ കാണാതെയും വിശന്നിട്ടും ദാഹിച്ചിട്ടും കുഞ്ഞും ഇങ്ങനെ ഉറക്കെ ഇരുന്ന് കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. കരയുന്ന ഏത് മനുഷ്യൻ്റെയും നിലവിളി ദൈവം കേൾക്കും. ഈജിപ്തിൽ മനുഷ്യർ കരഞ്ഞപ്പോൾ ദൈവം അത് കേട്ടു മോശയെ അയച്ചു. ദൈവം മനുഷ്യൻ കരഞ്ഞാൽ ദൈവം അത് കേൾക്കും. കരയുന്നവൻ്റെ നിലവിളി ദൈവം കേൾക്കും. കുട്ടി കരഞ്ഞപ്പോൾ ദൈവം ആ നിലവിളി കേട്ടു. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. നീ വിഷമിക്കണ്ട, ഭയപ്പെടണ്ട. ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു, ഹാഗാർ നീ വിഷമിക്കണ്ട, ഭയപ്പെടണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. കണ്ടോ? അതായത് എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു, എല്ലാം തീർന്നു, നശിച്ചു, ഇല്ലാതായി, തീർന്നു എന്ന് ചിന്തിക്കുന്ന മോമൻ്റെ പറയാണ്, നീ ഇങ്ങനെ ദുഃഖിച്ച് ദൈവം ഒരുക്കുന്ന വഴി കാണാതിരിക്കല്ലേ. നീ ഡിപ്രഷൻ അകത്ത് വീണ് ദൈവം ഒരുക്കുന്ന വഴി കാണാതിരിക്കല്ലേ. നിന്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് നീ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആയിരിക്കും. നീ തീർന്നു എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് ദൈവം തുടങ്ങാൻ പോണത്. അതുകൊണ്ട് നീ വിചാരിക്കരുത് എല്ലാം തീർന്നു എന്ന്, ഫിനിഷിംഗ് ആയെന്ന് വിചാരിക്കരുത്. തീർന്നു എന്ന്, ഈ കർട്ടൻ വീണു, നാടകം തീർന്നു, സൂര്യൻ അസ്തമിച്ചു, അങ്ങനെ നീ ചിന്തിക്കരുത്. കുട്ടിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹാഗാർ നീ ഇങ്ങനെ കരയരുത്. കുട്ടിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അടുത്ത വാക്യം, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. 18-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം, ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു. എൻ്റെ പ്രിയ മകനെ, മകളെ, ഇന്ന് ആരെങ്കിലും ഈ രാത്രിയിൽ കടബാധ്യത, കുടുംബത്തിൽ കുടുംബനാഥൻ്റെ മദ്യപാനം, വീട്ടിലെ കലഹങ്ങൾ, മക്കളുടെ ദുർനടപ്പ്, കുടുംബത്തിലുണ്ടായ മാനഹാനി, അപമാനം, കുഞ്ഞുങ്ങൾ പേരുദോഷം കേൾപ്പിച്ചത്, ഇങ്ങനെയുള്ള ഏതെങ്കിലും കാരണത്തെ പ്രതി നിങ്ങളുടെ ഹൃദയം അടഞ്ഞും ഹൃദയം തകർന്നും തപിച്ചും ദുഃഖിച്ചും വിഷമിച്ചും ഭാരപ്പെട്ടുമാണ് നിങ്ങൾ ഈ കൺവെൻഷൻ കൂടാരത്തിൽ ഇന്ന് വന്നിരിക്കുന്നതെങ്കിൽ, ഈ വാക്ക് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, അമിത ദുഃഖത്തിൻ്റെയും നിരാശയുടെയും തോരാത്ത കണ്ണീർ തടങ്ങൾക്കിടയിൽ ദൈവം ഒരുക്കുന്ന വഴികൾ നിങ്ങൾ കാണാതെ പോവരുത്. ദൈവം നിങ്ങളുടെ കണ്ണ് ഈ രാത്രിയിൽ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കണ്ണ് തുറന്ന് ദൈവം ഒരുക്കുന്ന വഴികൾ കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന ജീവിതങ്ങൾക്ക് ദൈവം ഒരുക്കുന്ന വഴികൾ കാണാൻ പറ്റാത്ത അവസ്ഥ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നീ കാണുന്ന വഴിയല്ല ദൈവം വെട്ടുന്ന വഴി, നമ്മൾ കാണുന്ന വഴിയല്ല. അതായത് ഈ തളർവാദ രോഗിയുണ്ട്, തളർവാദ രോഗി. ഈ തളർവാദ രോഗി 38 കൊല്ലമായിട്ട് ഈ ബത്സേദ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്, തളർവാദ രോഗി. അപ്പോൾ കർത്താവ് വന്നു. 38-ാമത്തെ വർഷമാണ് കർത്താവ് വരുന്നത്. 38-ാമത്തെ വർഷം കർത്താവ് വന്നിട്ടേ 38-ാമത്തെ വർഷം വന്നിട്ട് കർത്താവ് അവനോട് ചോദിച്ചു, എടാ നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അവനെന്താ മറുപടി പറഞ്ഞേ? നിങ്ങൾ കണ്ണൂരുകാരോടാണ് ചോദിക്കുന്നത് വിചാരിച്ചോ? ഞാൻ ചോദിക്കുകയാണ്, ലാസ്റ്റ് ബസ് എപ്പോഴാ? നിങ്ങൾ പറയാണ് പൊറോട്ട ഇറച്ചിയും എന്ന് പറഞ്ഞാൽ ചോദ്യവും ഉത്തരവും തമ്മിൽ കറസ്പോണ്ടിങ് അല്ല, ബന്ധമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പേരെന്താ? നിങ്ങൾ പറയുകയാണ് പപ്പ ചൈനയിലാണ് എന്ന് പറഞ്ഞാൽ ചോദ്യ ഉത്തരവും തമ്മിൽ, അരി എത്ര എന്ന് പറഞ്ഞാൽ പയറ് മുന്നാഴി എന്ന് പറയുന്നവരാണത്. ചോദ്യ ഉത്തരവും തമ്മിൽ ബന്ധമില്ല. കർത്താവിനോട് ചോദിച്ചെന്താ? സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവനെന്താ പറഞ്ഞേ? എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. അതല്ലല്ലോ ചോദിച്ചേ, അതല്ലല്ലോ ഇവിടെ ചോദിച്ചേ. കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം, സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറയാണ് കുളത്തിലിറക്കാൻ യാറുമേ കിടയാത്. അതല്ലല്ലോ ചോദിച്ചേ. ചോദിച്ചതിന് മറുപടി പറയടാ. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെ പറഞ്ഞേ? അതാണ് നമ്മൾ കാണേണ്ടത്. എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞേ? സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുകിൽ സുഖപ്പെടാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നോ, ഞാനിവിടെ കിടന്ന്, ഞാനാണ് ഇവിടുത്തെ സീനിയർ മോസ്റ്റ്, ഞാനിവിടുന്ന് പോയാൽ എൻ്റെ സീനിയോറിറ്റി പോവും, അതുകൊണ്ട് ഞാനിവിടെ കിടന്ന് മരിച്ചോളാം. ഭാര്യ വേറൊരുത്തനെ കല്യാണം കഴിച്ചെന്ന് കഴിഞ്ഞ ആഴ്ച ചന്ത വന്ന ഒരാൾ
പറഞ്ഞു, ഇനി പോയിട്ട് ക്യാരിമേ കിടയാതെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ തന്നെ. മര്യാദക്ക് എങ്ങനെ പറഞ്ഞാൽ ഒരു മാന്യതയുണ്ട്, അന്തസ്സുണ്ട്. അതാണ് തറവാടിത്തം. അല്ലെങ്കിൽ പറയാം, ജീവിതത്തിൽ ഒരുത്തനെങ്കിലും ഇങ്ങനെ ചോദിച്ചല്ലോ, സുഖപ്പെടണം ഇപ്പം സുഖപ്പെടുത്തി, അങ്ങനെ പറയാം, യെസ് ഓർ നോ. അത് പറയുന്നതിന് പകരം ഇയാൾ പറയാണ്, കുളത്തിൽ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമേ ഇല്ല. എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഈ 38 കൊല്ലമായി തളർന്നു കിടക്കുന്ന തളർവാദ രോഗിയെ സംബന്ധിച്ച് സുഖപ്പെടാൻ ജീവിതത്തിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുളത്തിലിറങ്ങുക. തളർവാദ രോഗിയെ സംബന്ധിച്ച് സൗഖ്യം കിട്ടാൻ അവൻ്റെ കൺമുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴി. മനസ്സിലായോ? ഏകവും ശ്ലൈകികവും കാതോലികവുമായ കത്തോലിക്ക സഭയെന്ന് പറയുന്ന പോലെ അവൻ്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴി. എന്താണ് ആ വഴി? സുഖപ്പെടാൻ ഈ ജീവിതത്തിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയാണ് കുളം. അവൻ ഇങ്ങനെ കുളം കലങ്ങുന്നത് നോക്കിയിരിക്കുകയാണ്. അവൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വേർത്തമ്മ നിറയിപ്പോ. കർത്താവ് പറയാണ്, എടാ പൊന്നു മോനെ, നിന്റെ മുമ്പിൽ ഈ വഴിയേ ഉള്ളൂ. എൻ്റെ മുമ്പിലേ നിന്നെ കുളത്തിലിറക്കാതെ, നിന്നെ ഇവിടെ തന്നെ കിടത്തിക്കൊണ്ട്, നിന്റെ കണ്ണ് പോലും ഒന്ന് ചിമ്മി തുറക്കാനുള്ള നാഴിക നേരം പോലും വേണ്ടി വരാതെ നിന്നെ സുഖപ്പെടുത്താൻ 1000, 10,000, 1,00,000, 1,00,00,000 വഴി എൻ്റെ തലയിലുണ്ട്. നിനക്ക് സുഖപ്പെടണോ? നിന്റെ മുമ്പിൽ ഈ വഴിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹാഗാർ കരയുന്നത്. അവിടെ മുമ്പിൽ ഈ തുകൽ സഞ്ചിയിലെ വെള്ളം മാത്രമേ ഉള്ളൂ. സർവൈവലിൻ്റെ അവസാനത്തെ അവശേഷിക്കുന്ന ജീവനാംശം, ജീവിക്കാനുള്ള മുന്നോട്ടുള്ള അവസാനത്തെ റിസോഴ്സ് അതേ ഉള്ളൂ. കർത്താവ് പറയാണ്, ഈ തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിന്ന് ദൂതൻ വെള്ളം കൊണ്ടുവന്ന് തരും. ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, ഒരു വഴിയല്ല നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഈ ബാങ്ക് ലോൺ അടയ്ക്കാൻ ഈ ആള് തരുന്ന പണം. അതല്ല, വേറെ ഒരുപാട് വഴിയുണ്ട് ദൈവത്തിന്, ഒരുപാട് വഴി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഒരുപാട് വഴി. ഞാൻ നിങ്ങളോട് പറയാം, എന്തെന്നറിയോ? പെട്ടെന്ന് ഞാൻ പറയാം. അതായത് 2012 കർത്താവിൻ്റെ ആത്മാവ് ഒരു പ്രേരണ തന്നു, ഒരു ബൈബിൾ ഗ്രാമം ഉണ്ടാക്കണം. അതായത് ആളുകൾ, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വന്നാൽ ഇത് കാണുമ്പോൾ തന്നെ ബൈബിളിലെ നോഹയുടെ പെട്ടകം, വാഗ്ദാന പേടകം, സമാഗമ കൂടാരം, ഇതൊക്കെ അവർക്ക് കാണാൻ പറ്റണം. അത് കാണാൻ പറ്റുന്ന ഒരു ബൈബിൾ ഗ്രാമം. കയ്യിൽ ഒരു പുക്കച്ചുളയില്ല, ആകെയുള്ളത് സ്വപ്നങ്ങൾ മാത്രമാണ്, കയ്യിൽ ഒന്നുമില്ല. 2012 അന്ന് നമ്മളിങ്ങനെയുള്ള സ്വപ്നങ്ങൾ പറഞ്ഞാൽ പോലും ആളുകൾ തല്ലിക്കൊല്ലുന്ന കാലമാണ്. ഞാൻ ജീവിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ തന്നെ ആളുകൾ അടിച്ചു കൊല്ലുന്ന കാലമാണ്. പക്ഷെ അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രേരണ തരാണ്, ബൈബിൾ ഗ്രാമം. ഞാനതിങ്ങനെ കൊണ്ടു നടന്നു. 2017 ആകുമ്പോഴേക്കും ധ്യാനകേന്ദ്രമൊക്കെ തുടങ്ങുന്നൊരു സാഹചര്യം വന്നു. അപ്പോഴും എൻ്റെ തലയിൽ കിടക്കുന്ന എന്താണ് ബൈബിൾ ഗ്രാമം. അപ്പം ഞാനിങ്ങനെ ഓർത്ത് ആകാശത്ത് നോക്കി നെടുവേർപ്പെട്ടിട്ടുണ്ട്, ദൈവമേ ബൈബിൾ ഗ്രാമം എത്ര കോടി രൂപ വേണം. എന്താ സംഭവിച്ചെന്നറിയാമോ? ഓർത്തഡോക്സുകാരനായ ഒരു ചേട്ടൻ ഞങ്ങൾ താമസിക്കുന്ന ധ്യാനകേന്ദ്രത്തിൻ്റെ 1/2 കിലോമീറ്റർ അപ്പുറത്ത്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, കുറേ ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കോടികൾ ചെലവാക്കി ഒരു ബൈബിൾ ഗ്രാമം ഉണ്ടാക്കി. എൻ്റെ തലയിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പണിയുന്ന ബൈബിൾ ഗ്രാമം. ദൈവം പറഞ്ഞു, നീ അതിൻ്റെ പുറകെ മെനക്കെട്ട് നിന്റെ ജോലി കളയണ്ട, നമുക്ക് വേറെ ജോലിയുണ്ട്, അത് വേറൊരുത്തനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ ചേട്ടനോട്, ഈ പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സഹോദരാ ഇവിടെ വന്ന് എന്തിനാ സ്ഥലം വാങ്ങിച്ചേ? ആ പുള്ളി പറഞ്ഞ്, എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ വരാനാണ് പരിശുദ്ധാത്മാവ് പ്രേരണ. ആണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ വന്ന ആരും ഒന്നും ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താത്തൊരു സ്ഥലമാണത്. അവിടെ വലിയ ബൈബിൾ മ്യൂസിയം, തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ അവിടെ പോകണം. വേർഡ് ടു വേൾഡ് എന്നാണ് ആ സംഭവത്തിൻ്റെ പേര്, വേർഡ് ടു വേൾഡ്. ഒരു ചാനലൊക്കെ ഉണ്ട്. ബൈബിൾ ഗ്രാമം, വാഗ്ദാന പേടകം കാണണോ? നേരെ അവിടെ വന്നോ. സമാഗമ കൂടാരം കാണണോ? അവിടെ വന്നോ. എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്.
നമ്മൾ കാണുന്ന വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരുക്കുന്ന പദ്ധതികൾ കാണാൻ പറ്റാത്ത വിധം, ദൈവം ഒരുക്കുന്ന വഴികൾ കാണാൻ ദുഃഖത്തിലും നിരാശയിലും കിടക്കുന്ന സമയത്ത് കർത്താവ് ഒരുക്കുന്ന വഴികൾ കാണാൻ പറ്റാത്ത അവസ്ഥ, കണ്ണ് അടയ്ക്കപ്പെട്ട അവസ്ഥ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ കാര്യം കൂടെ പറയാം. 4-ാമത്തെ മേഖല. ഒത്തിരി മനുഷ്യരുടെ ഉള്ളിൽ ഭയമുണ്ട്, അതുകൊണ്ട് ഇതോടെ പറയണം. ദൈവമക്കൾക്ക് ചുറ്റും ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം കാണാൻ പറ്റാത്ത അന്ധത. ദൈവമക്കൾക്ക് ചുറ്റും ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം കാണാനാവാത്ത അന്ധത. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 15 മുതൽ 17 വരെ വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം എടുക്കുക. 2 രാജാക്കന്മാർ 6-ാം അധ്യായം. അവിടെ ഏലീഷ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ആ ഏലീഷ പ്രവാചകൻ, 2 രാജാക്കന്മാർ 6-ാം അധ്യായം. ഏലീഷ പ്രവാചകന് ഈ ഇസ്രായേൽ, കേൾക്കണേ, ഇങ്ങോട്ട് വായിക്കണ്ട, വായിച്ചാൽ തീരില്ല. ഇങ്ങോട്ട് നോക്കിയേ. ഹലോ. സിറിയ രാജാവിൻ്റെ പേര് ബൻ ഹദാദ്. പറഞ്ഞേ, ബൻ ഹദാദ്. ഇങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചിന്ത വരും, ഇസ്രായേലിനെ ആക്രമിക്കാം. ചുമ്മാ ഇരിക്കുമ്പോൾ തോന്നുകയാണ്, ഇന്ന് വൈകുന്നേരം പരിപാടി ഒന്നുമില്ല, ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം. ഇതാണ് ജോലി. എപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി വന്നാലും ഏലീഷ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, ബൻഹദാദ് ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. പ്രവാചകൻ വൃത്തനെ വിട്ട് രാജാവിനെ വിവരം അറിയിക്കും. ബൻഹദാദ് അവിടുന്ന് വരുന്നതിന് മുമ്പേ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് ബൻഹദാദിനെ ഓടിച്ചു വിടും. ഹലോ, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ ബൻഹദാദ് പറഞ്ഞു, സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി. അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരില്ലേ? ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, രാജാവേ, നമ്മുടെ ഇടയിൽ അങ്ങനെ ആരുമില്ല. കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് പോലും ഇസ്രായേലിൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ ഏലീഷാണ്. അങ്ങ് ഇന്നലെ രാത്രിയിൽ ഭാര്യയോട് പറഞ്ഞത് വരെ പുള്ളി ആരോട് പറഞ്ഞിട്ടുണ്ട്? ഇസ്രായേൽ രാജാവിനോട്. ഭാര്യയോട് പറഞ്ഞു, നാളെ ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണ്, ഇസ്രായേലിനെ ആക്രമിക്കാൻ പോവാണ്. അത് ആര് പറഞ്ഞിട്ടുണ്ട്? ആ പ്രവാചകൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൻഹദാദ് പറഞ്ഞു, പോയി അവനെ കണ്ടുപിടിച്ചോണ്ട് വാടാ. അവൻ ആജ്ഞാപിച്ചു, ഞാൻ ആളയച്ച് അവനെ പിടിക്കും. അവൻ ദോഥാനിലുണ്ടെന്ന് അവർ അറിയിച്ചു. രാജാവ് രഥങ്ങളും കുതിരകളും വലിയൊരു സൈന്യം അവിടെ കഴിച്ച് അവർ രാത്രി നഗരം വളഞ്ഞു. അപ്പോൾ പാവം ഏലീഷ ഇതൊന്നും അറിയാതെ കിടക്കാണ്. അപ്പോൾ ഏലീഷായുടെ ഭൃത്യൻ്റെ പേര് ഗഹസി. എന്താണ് ഗഹസി? എന്താ? ഗഹസി രാവിലെ പല്ലിയാക്കാൻ വേണ്ടി വെളി വന്നപ്പോൾ പല്ലൊക്കെ ഇങ്ങനെ തേച്ചോണ്ടിരുന്നിട്ട് ചിക്ക് ബുക്ക് റെയിലേ കലക്കത് പാർത് സ്റ്റൈലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവൻ പല്ലൊക്കെ തേച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഇവിടെയെല്ലാം കുറ്റിക്കാട്ടിനിടയിൽ നിന്ന് ഹെൽമെറ്റ് കാണാം. ഹെൽമെറ്റ് ആരാണിത്? പട്ടാളക്കാർ. സിറിയ രാജാവിൻ്റെ സൈന്യം തങ്ങളുടെ കൂടാരങ്ങൾക്ക് ചുറ്റും വളഞ്ഞിരിക്കുന്നത്. പല്ല് തേച്ചോണ്ടിരുന്നവൻ വാ കഴുകാതെ ഓടി ഏലീഷാന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, പ്രഭോ, യജമാനനേ, രഥങ്ങളും കുതിരകളും കുതിരകളുമായി സൈന്യം വളഞ്ഞിരിക്കുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട. ഏലീഷ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. എന്താ വേണം രാവിലെ? എന്താ വേണം? യജമാനനെ, നമ്മളെ പിടിക്കാൻ വേണ്ടി പട്ടാളക്കാര് വളഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ പട്ടാളം വളഞ്ഞിരിക്കുന്നു. ഏലീഷ പറയാണ്, പേടിക്കണ്ട, കട്ടൻ കാപ്പി എടുത്തുണ്ടോ? പേടിക്കണ്ട. എന്താ കാര്യം? അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞേ. അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. പറ, അവരെക്കാൾ കൂടുതൽ ആളുകൾ. ഇതെന്ന് വിശ്വസിക്കുന്നു, അന്ന് നിന്റെ മുഖം, അധോമുഖം, നിന്റെ അന്തർമുഖം ഉയർന്നു നിൽക്കുന്ന മുഖമായി മാറും. നീ നേരെ നിൽക്കാൻ പഠിക്കും, നീ നിവർന്ന് നിൽക്കാൻ പഠിക്കും, നിനക്ക് ധൈര്യം ഉണ്ടാവും. അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ഉറക്കെ പറ, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവൻ വാ കഴുകാൻ നിൽക്കുകയാണേ. ആര്? ഗഹസി. അവനിങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ്. ഇയാളെന്ത് ഭ്രാന്ത് പറയുകയാണോ? അവിടെ എല്ലാം ഹെൽമെറ്റും വെച്ച് തോക്കം പിടിച്ച് ആൾ നിൽക്കുകയാണ്, പട്ടാളം. അപ്പോൾ പറയണം, അവരെക്കാൾ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഭ്രാന്ത് പറയാം, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ പറയണം, അവരെക്കാൾ കൂടുതൽ ആൾ. അപ്പോൾ ഏലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ കണ്ണുകള് തുറക്കണേ.
പ്രാർത്ഥിക്കണം ഇടയ്ക്കിടയ്ക്ക്. പിള്ളേരുടെ കണ്ണ് തുറക്കാനും, ചേട്ടന്മാർ ഭാര്യയുടെ കണ്ണ് തുറക്കാനും, ഭാര്യ ഭർത്താവിൻ്റെ കണ്ണ് തുറക്കാനും ഒക്കെ പ്രാർത്ഥിക്കണം. അവർ മന്ത്രവാദം ചെയ്തിട്ടുണ്ടേ, അവർ കൂടോത്രം ചെയ്തിട്ടുണ്ടേ, അവർ ആഭിചാരം ചെയ്തിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് കിടന്ന് ഞെളിവരി കൊള്ളുമ്പോൾ ഭർത്താവ് പ്രാർത്ഥിക്കണം, കർത്താവേ ഇവിടെ കണ്ണൊന്ന് തുറന്ന് കൊടുക്കണേ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എലീശ പ്രാർത്ഥിച്ച്, കർത്താവ് ഇവൻ്റെ കണ്ണുകൾ തുറക്കണം, ഇവൻ കാണട്ടെ. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു. വായിക്കാമോ? എലീശായ്ക്ക് ചുറ്റും മല, മല, ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ദൈവമകനെ, നീ ഇത് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ശുശ്രൂഷ ജീവിതം ആരംഭിച്ച് ഇങ്ങനെ, അപ്പോൾ ആരംഭകാലത്തൊക്കെ എന്തെന്നറിയാമോ, ഒത്തിരിയും പേരിങ്ങനെ പൈശാചിക ബാധയുള്ളവരെയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവരും. ഇപ്പം അങ്ങനെ അധികം ഇല്ല. മനസ്സിലായോ? പണ്ട് ആ ശുശ്രൂഷയൊക്കെ തുടങ്ങുന്ന കാലത്ത് നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതലും ജീവിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ബാധ കൂടിയവരൊക്കെ ആളുകൾ, പല മതത്തിൽപ്പെട്ടവരൊക്കെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോന്നപ്പോൾ ഈ ചില ആളുകൾക്കുണ്ട്, അവർക്ക് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഭയപ്പെടുത്തുക. അങ്ങനെ ചില ആത്മീയ ആളുകളുണ്ട്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇവിടുന്ന് ചായ കുടിക്കാൻ പാടില്ല, ആ കട കയറാൻ പാടില്ല, ഈ കട കയറാൻ പാടില്ല. ഇത്തരം ആത്മീയതയുള്ള ആളുകളുണ്ട്. അവർക്ക് എല്ലാത്തിലും പേടിയാണ്. കാരണം അവിടുന്ന് ചായ കുടിച്ചാൽ ബന്ധനം, ഇവിടുന്ന് വെള്ളം കുടിച്ചാൽ ബന്ധനം, ആ ആളുടെ വീട്ടിൽ പോയാൽ ബന്ധനം, അവനെ ഒന്ന് തൊട്ടാൽ ബന്ധനം. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് നിരന്തരമായിട്ട് എന്നോട് പറയാൻ തുടങ്ങിയിട്ട്, അല്ലച്ചാ സൂക്ഷിക്കണം, സൂക്ഷിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അച്ഛൻ ചോരയെ കുളിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അച്ഛനെ ആ തീവ്രവാദികൾ വന്ന് ആക്രമിക്കുന്നത്, അച്ഛനെ ഇങ്ങനെ അവർ വന്ന് ആ മതഭീകരർ വന്ന് അച്ഛനെ വെട്ടുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഞാനോർത്ത്, എൻ്റെ ദൈവമേ, ഇവർ നല്ലതൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ ഐസ്ക്രീം തിന്നുന്നവർ കാണുന്നില്ല, ഞാൻ തട്ടുകടയിൽ പോയിരുന്ന് ദോശയും ചമ്മന്തി തിന്നുന്നവർ കാണുന്നില്ല. ഇവർ ദൈവമേ ഇതെല്ലാം ആണല്ലേ കാണുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛൻ സൂക്ഷിക്കണം, അച്ഛൻ ഒരു പിശാച് അടങ്ങിയിരിക്കത്തില്ല, പിശാച് അടങ്ങിയിരിക്കത്തില്ല, പിശാച് അച്ഛനെ തകർക്കാൻ നോക്കും. ഞങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി പിശാചുകളെ ഞങ്ങൾ കാണുകയാണ്. ദൈവമേ ആരെയാണോ കണ്ടത്, ഉമ്മാരെയൊക്കെ ആയിരിക്കും കണ്ടത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഏതായാലും ഇങ്ങനെ പറഞ്ഞ് നമുക്കൊരു കുഴപ്പമുണ്ടെന്നറിയാം. 10 പ്രാവശ്യം ഒരേ കാര്യം നമ്മളോട് ഒരാൾ ആവർത്തിച്ച് പറഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അത് നമ്മുടെ തലയിൽ ഇങ്ങനെ കയറി വരാൻ തുടങ്ങും. അങ്ങനെയത് ഞാൻ രാവിലെ ഈ പല്ലൊക്കെ തേക്കുന്ന സമയത്തെ, എന്നുമല്ല, ഒരു ദിവസം ഞാനിങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നിന്ന് കാറ്റൊക്കെ കൊണ്ട് പല്ല് കേൾക്കാമല്ലോ എന്നോർത്ത് പല്ല് വെച്ചോണ്ടിരുന്നപ്പോൾ അപ്പുറത്തെ മറ്റവരുടെ ആരാധനാലയത്തിൽ നിന്ന് ഒരു പാട്ട് വെച്ചേക്കുക. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ചോണ്ടിരുന്നപ്പോൾ ഇത് നമ്മൾ ബോധപൂർവം കേൾക്കുന്നതല്ല, അറിയാതെ ചെവി വരുന്നതാണ്. ഞാൻ ബാത്റൂമിൽ പോയി വാ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ഈ പാട്ട് പാട്ടിക്കൊണ്ടിരിക്കും. മറ്റേത് ഞാൻ ഓർത്ത്, ദൈവമേ ഡാനിയൽ, നീ തന്നെയാണോ ഇത്? ഞാൻ അവിടുത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കണേ? അതിങ്ങനെ നമ്മൾ ഈ കേൾക്കുന്നത് അറിയാതെ നമ്മുടെ അകത്ത് കയറും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഇത് പറഞ്ഞ് എനിക്ക് ഊണിൽ ഉറക്കത്തിൽ ഒരു ചിന്തയാണ്, ദൈവമേ പിശാച്, ഇവിടെ എല്ലാം പിശാചാന്നാ പറഞ്ഞേ. പിശാച് എന്നെ ഉപദ്രവിക്കുമോ എന്തോ, പിശാച് എന്നെ മാന്തുമോ എന്തോ, പിശാച് എന്നെ ഞൊണ്ടോ എന്തോ, എനിക്ക് പേടിയാണ്. ഇതിങ്ങനെ അറിയാതെ പേടി വരിക. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങിയാലും ഉടനെ ആദ്യം എന്താണ്? പോരാട്ടം. പിശാച് അടങ്ങിയിരിക്കത്തില്ല. ബൈബിൾ വായനാ പദ്ധതി തുടങ്ങുകയാണല്ലേ, പിശാച് അടങ്ങിയിരിക്കത്തില്ല. എന്ത് തുടങ്ങിയാലും ഉടനെ ബൈബിൾ കോളേജ് തുടങ്ങാം, പിശാച് അടങ്ങിയിരിക്കത്തില്ല. മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ, എൻ്റെ കർത്താവേ എനിക്കൊരു സമാധാനം തരണം, ഇങ്ങനെ പോയാൽ പറ്റില്ല. ഞാൻ വളരെ വിഷമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന്, കർത്താവേ ഇത് ശരിയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കി താ. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ കുറച്ചുകൂടെ കെയർഫുൾ ആവും. ഒരു 10-20 കൊന്തയൊക്കെ കയ്യെ ചുറ്റി, മൊത്തത്തിലൊരു 8 കൊന്ത അകത്ത് വിട്ട് 10 കൊന്ത കയ്യേലും ചുറ്റിയൊക്കെ ഞാൻ അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നടന്നോളാം. എപ്പോഴും ഹോളി വാട്ടറൊക്കെ ഇങ്ങനെ എപ്പോഴും കളിച്ച് ഞാനിങ്ങനെ നടന്നോളാം. അന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഒരു കാര്യം സംസാരിച്ചു. ഇന്നും എൻ്റെ ജീവിതത്തിന് എനിക്ക് ധൈര്യം തരുന്ന ഒരു സ്വരം. ആ സ്വരം എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പ്രൊട്ടക്ഷൻ അല്ല,
MLAക്ക്. MLAക്കുള്ള പ്രൊട്ടക്ഷൻ അല്ല മന്ത്രിക്ക്. മന്ത്രിക്കുള്ള പ്രൊട്ടക്ഷൻ അല്ല മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രിക്കുള്ള പ്രൊട്ടക്ഷൻ അല്ല പ്രധാനമന്ത്രിക്ക്. ദൈവം ഒരാളെ കേൾപ്പിക്കുന്ന ശുശ്രൂഷയുടെ ഗൗരവം കൂടുന്നതിനനുസരിച്ച് അയാളെ സംരക്ഷിക്കാനുള്ള മാലാഖമാരുടെ എണ്ണവും കൂടിയിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഇതെൻ്റെ ജീവിതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു ദൈവസ്വരമാണ്. നീ 5 പേർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നിനക്കൊരു മാലാഖയാണ് സംരക്ഷണമെങ്കിൽ, നീ 5000 പേർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ നിനക്ക് 5000 മാലാഖമാര് സംരക്ഷണത്തിനുണ്ടാവും. പറഞ്ഞ ഹല്ലേലൂയ. ഹയർ ദ ഗ്രേഡ്, ഹയർ ദ പ്രൊട്ടക്ഷൻ. ഹയർ ദ മിനിസ്ട്രി, ഹയർ ദ പ്രൊട്ടക്ഷൻ. ഹയർ ദ വർക്ക് ഫോർ ദ കിങ്ഡം, ഹയർ ദ പ്രൊട്ടക്ഷൻ. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? പാതി വഴിയിൽ ദൈവം ഇട്ടിട്ട് പോകത്തില്ല. നീ തലക്കടി ഇട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് ചുറ്റും അവരെക്കാൾ കൂടുതൽ ആളുകൾ മാലാഖമാരുടെ, ശ്രദ്ധിക്കുക, മാലാഖമാരുടെ 1/3 മാലാഖമാരാണ് അധപ്പതിച്ച് പിശാചുക്കളായത്. ബാക്കി എത്ര ഉണ്ട്? പറ. 1/3 മാലാഖയാണ് അധപ്പതിച്ച് പിശാചായത്. ബാക്കി എത്ര ഉണ്ടെന്ന്? 2/3. അപ്പൊ ആരാ കൂടുതൽ? അതറിഞ്ഞാ മതി. മനസ്സിലായോ? ഇതിലെ ഒരെണ്ണത്തെ പിടിക്കാൻ അവിടെ 2 എണ്ണം ഉണ്ട്. ഇതിലെ ഒരു പിശാചിനെ നേരിടാൻ അവിടെ 2 എണ്ണം ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾക്ക് ചുറ്റും ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു സംരക്ഷണമുണ്ട്. ഇത് നീ വിശ്വസിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ആരെങ്കിലും ഒന്ന് പറ. പ്രഖ്യാപിക്കണം. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഒന്നും നിങ്ങൾ, ഇത് വിശ്വസിച്ചാൽ മാത്രം പോരാ, പ്രഖ്യാപിക്കണം. അപ്പോ കർത്താവേ അവന്റെ കണ്ണ് തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. എലീശായ്ക്ക് ചുറ്റും മല ആഗ്നേയരഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവൻ കണ്ടു. സിറിയാക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ അവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. എലീശായുടെ പ്രാർത്ഥന അനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറയാൻ ശ്രമിച്ചത്, യേശു വരുമ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഒന്ന്, ആത്മീയ കാര്യങ്ങൾ കാണാൻ പറ്റുന്ന വിധത്തിൽ കണ്ണ് തുറന്നു തരും. 2, പാപത്തിലേക്കും നാശത്തിലേക്കുമാണ് പോകുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ആത്മീയ കണ്ണ് തുറന്നു തരും. 3, ദുഃഖത്തിലും നിരാശയിലും കിടക്കുമ്പോൾ ദൈവം ഒരുക്കുന്ന പദ്ധതികളും വഴികളും കാണാൻ പറ്റാത്ത വിധം അടഞ്ഞുപോയവർക്ക് ദൈവത്തിൻ്റെ വഴികൾ കാണാൻ കണ്ണ് തുറന്നു തരും. 4, ദൈവം തൻ്റെ മക്കൾക്ക് ചുറ്റും ഒരുക്കിയ സംരക്ഷണ ഭിത്തി കാണാൻ കണ്ണ് തുറന്ന് തരും. എഴുന്നേറ്റ് നിൽക്കാം. വോളണ്ടിയേഴ്സ്.